നാടാണെന്നാണ് പറയുന്നത് കേരളം. അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ പരിഹരിക്കാനല്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളത്. എന്നാലും കേരളം നല്ലതല്ലയോ? അല്ലയോ? പിന്നെ കേരളം നല്ലതാണ്. ഞാൻ പറയും, ഞാൻ റാന്നി വിട്ട് നിവൃത്തിയുണ്ട് എങ്ങും പോകത്തില്ല. എന്നാ കാര്യം ചോദിച്ചാൽ, നേരം വെളുത്തൊരു 10 മണി വരെ ആരും എഴുന്നേറ്റില്ല. ഞങ്ങളുടെ താഴത്തെ അമ്മച്ചി എങ്ങനെയെങ്കിലും കയറ്റി ആടി വരും. ഇവിടെ അങ്ങ് ആരും ഇല്ലയോ? അങ്ങനെ ചോദിക്കുന്ന ഒരേ ഒരു നാട് ഏത് നാടാ? നമ്മുടെ നാടാ. പിന്നെ ഒന്ന് മരിച്ചൊക്കെ കിടന്ന എന്തോ ആളാണേ, എന്തോ ആൾ വരും, എല്ലാവരും വരും. എന്തുമ്മ കിട്ടും, ചത്ത് കിടന്ന് നോക്ക്, എന്തുമ്മയെ കിട്ടും. അതൊക്കെ കിട്ടുന്നത് നമ്മുടെ നാടാണ്. കാശുള്ളവരാണെങ്കിൽ ഒരു റീത്ത് പോലും വെക്കത്തില്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്. സ്നേഹമുള്ള നാടാണ്. പിന്നെ ഇപ്പോൾ ഇച്ചിരി വർഗീയതയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് സാരമില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്രയും വർഗീയതയൊന്നും ഇല്ല. ഇടയ്ക്കാണ് കൂടിയേ. ഇപ്പം ഏതായാലും നല്ല നാടാണ്. അങ്ങനെ ഈ നാട്ടിലോട്ട് തിരിച്ചു വരണം. തിരിച്ചു വരാനായിട്ട് ഇവർക്ക് മടിയാണ്. അതിന് 2 ഘടകങ്ങൾ വേണം. ഒന്നാമത്തെ പ്രശ്നം ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് വലിയൊരു ഘടകമാണ്. നല്ല സ്ട്രോങ് ലീഡർഷിപ്പ് വേണം. ഏതൊരു പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ലീഡർഷിപ്പ് വേണം. മോശ ഇത്രയും ജനത്തെ 600,000 ആയൊരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചുകൊണ്ട് കർത്താവ് നടത്തിയപ്പോൾ അതിൻ്റെ മുന്നിൽ നടക്കാൻ നയിച്ചതാരെയാണ്? മോശയാണ്. മോശ അനുഭവിച്ച വേദകൾ ചില്ലറ വധകളല്ല, വലിയ വ്യഥകൾ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യൻ പോകുന്നത്. എന്തുമാത്രം വേദന മോശ അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സങ്കടം എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു ഫറവോൻ്റെ അടുക്കലോട്ട്. പുറപ്പാട് പുസ്തകത്തിൽ പോയപ്പം താണ്ട് സത്രത്തിൽ വെച്ച് കർത്താവ് കയറി കൊങ്ങായിക്ക് പിടിച്ചു. എന്താ കാര്യമൊന്നും ആർക്കും പിടികിട്ടില്ല. പക്ഷേ പിടികിട്ടി ആർക്കാ? സിപ്പോറയ്ക്ക് പിടികിട്ടി. ഉടനെ സിപ്പോർ ഒരു കൽക്കത്തി എടുത്തിട്ട് മകൻ്റെ പരിശാര കർമ്മം ചെയ്തു. എന്തായിരിക്കും കാര്യം? നമുക്ക് മനസ്സിലാകാൻ കാര്യമുണ്ട്. മോശ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയായിരുന്നു, നമ്മുടെ നാട്ടിലെ ഒരു നിയമമാണ്, കർത്താവ് തന്നതാണ്, 8-ാം നാളിൽ എന്ത് ചെയ്യണം? പരിച്ഛേദനം. അപ്പോൾ ഇവർ പറഞ്ഞു, മോശമാണ് ഞങ്ങളുടെ. പക്ഷേ നിവൃത്തിയില്ലായ്മയുടെ മുന്നിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് തിരിച്ചുപോയി. ആര്? ഭാര്യയും പിള്ളേരും തിരിച്ചുപോയി. തിരിച്ചു പോയിട്ട് 12-ാം അധ്യായത്തിലാണ് ചെങ്കടൽ കിടക്കുന്നത്, പെസഹയൊക്കെ ആചരിക്കുന്നു. 12-13 അധ്യായം. എന്നാൽ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ 18-ാം അധ്യായത്തിലാണ് ഇത്രോ മോശ മടക്കി അയച്ച് അതിൻ്റെ ഭാര്യയും പിള്ളേരുമായിട്ട് വരുന്നത്. 18-ാമത് അധ്യായത്തിലാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഈ മനുഷ്യൻ ചെങ്കടൽ കിടക്കുന്നത്. ചെങ്കടൽ കിടക്കുന്ന സമയത്ത് പിന്നെ ഇവർ വന്നെങ്കിൽ പോലും ചെങ്കടൽ കടന്ന് 6 ലക്ഷം ഇത്രയും പുരുഷന്മാരെയും കൊണ്ട്, ഇത്രയും ജനതയും കൊണ്ട് ചെങ്കടൽ കിടക്കുമ്പോൾ ഒറ്റയ്ക്ക് മുന്നിൽ നിന്നൊരു മനുഷ്യൻ്റെ പേരെന്താ? മോശ. വിങ്ങലായിരിക്കും ആ ഹൃദയം. ഞാൻ ആ ഹൃദയം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് നടന്ന ഒരു മനുഷ്യൻ. ഹി വാസ് അലോൺ. എല്ലാം ചെങ്കടൽ കടന്നപ്പം മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തു. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളി. എല്ലാവരും തുള്ളിച്ചാടുമ്പോൾ നെടുവീർപ്പെട്ട ഒരു മനുഷ്യൻ, പേര് മോശ. മോശ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. എല്ലാവരും കൂടാരങ്ങളിലോട്ട് കയറിപ്പോയപ്പോഴും മോശ ഒറ്റയ്ക്കാണ്. പിന്നെ എല്ലാത്തിനും മോശയ്ക്ക് പ്രശ്നങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. സുന്ദരി ഉണ്ടായിരുന്നു. ആര്? മിരിയ ഇടയ്ക്ക് കളിയാക്കും. ആരെ? മോശ. ആരെ നിമിത്തം? കൂശ്യസ്ത്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂശ്യസ്ത്രീ എന്ന് പറയുമ്പോൾ ആരാ? എത്യോപ്യൻ ലേഡിയ, ആഫ്രിക്കൻ ലേഡിയായിരിക്കണം, കറുപ്പാണ്. ഇപ്പോൾ സുന്ദരി ഇടയ്ക്കിടയ്ക്ക് പറയും, ഇന്നെ എന്തിനു കൊള്ളാം, എൻ്റെ കളർ കണ്ടില്ലേ, ഞങ്ങളുടെ കളർ കണ്ടില്ലേ, കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ കൊള്ളത്തില്ല. ഇപ്പം മോശ പകൽ ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കും. ആര്? മോശയുടെ ഭാര്യ. നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ. എന്നാ പറഞ്ഞു? നിങ്ങൾ അന്നേരം നോക്കണ്ടായിരുന്നു, എനിക്ക് കളറുണ്ടായിരുന്നുണ്ട്. നിങ്ങളെന്തോ കണ്ടോണ്ടോ എന്നെ കട്ടിയേ? നിങ്ങളുടെ പെങ്ങൾക്ക് എന്നായിരുന്നു കണ്ണ്? അത് കെട്ടിക്കഴിഞ്ഞപ്പോഴാണോ ഞാൻ കുഴപ്പമുണ്ടായത്? എന്നോട് ഈ ഇടയ്ക്ക് ഒരു ചെറുക്കന് അവളിപ്പോൾ അവളെ വേണ്ട. എന്നാ കാര്യം? അവൾ കറുത്താന്ന്. എപ്പോഴാണ് തോന്നിയത്? കൊച്ചായി കഴിഞ്ഞ് കൊച്ചിന് 9 വയസ്സായപ്പോൾ. ഇവൻ കളറ് പോരാന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നമാണെന്ന് അവളിനോട് പറയും. എനിക്ക് എൻ്റെ ദേഷ്യം വന്നു. ഞാൻ അവനെ കയറി പിടിച്ചിട്ട് ചോദിച്ചു, കറുത്തമാവിൻ്റെ അന്ന് കറണ്ട് കെട്ട് പോയപ്പോഴാണോ പെണ്ണ് കാണാൻ പോയെന്ന് ചോദിച്ചു. കറുത്തമാവിൻ്റെ അന്ന് കറണ്ട് കെട്ട് പോയപ്പോഴാണോ പെണ്ണ് കാണാൻ പോയത്? പെണ്ണിനെ വെളുത്താന്ന് അറിയത്തില്ലേ. അതുകൊണ്ട് എവിടെ പെണ്ണ് കാണാൻ പോയാലും ലൈറ്റത്ത് പോയി നിൽക്കണം, കറുത്താണോ നോക്കാം. പിന്നൊന്നും പറഞ്ഞേക്കരുത്. ഏതായാലും കുടുംബ പ്രശ്നമുള്ളൊരു മനുഷ്യനായിരുന്നു ആര്? മോശ. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പം സ്കേപ്പ് ഗോട്ടാടുന്ന ആരാ? മോശ. അവർ പറയും,
എൻ്റെ കളർ നിങ്ങൾ കണ്ടില്ലായിരുന്നു, നിങ്ങളുടെ സംഘടനയായിട്ട് ചോദിക്കും. അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ സിപ്പോറ എന്താ പറയും? നിന്നെ ഞാൻ അങ്ങനെ ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ ജീവൻ കളഞ്ഞു ഇന്നത് ഞാനാടാ, അതിട്ട് ഇപ്പം രണ്ടിൻ്റെ ഇടയ്ക്ക് എന്നാ കർത്താവേ എന്നെ എടുത്തോണേന്ന് പറഞ്ഞിരിക്കുന്നൊരു മനുഷ്യൻ, പേര് മോശ. ഇങ്ങനെ എടുത്തോണ്ടെന്ന് പറയുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി ഇടത്തുണ്ട്. നമ്മളിവിടെ എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ അയാൾ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഞാനൊരു ദിവസം അങ്ങ് കോട്ടയത്തു നിന്ന് ഇങ്ങനെ വരുമ്പം മല്ലപ്പള്ളി വഴി ഒരു പയ്യൻ പോകുന്നു, ബൈക്ക് സ്പീഡിൽ പോവുക. വിളിച്ചു, എന്നാടാ എവിടെ പോവാ? ഭയങ്കര വഴക്ക, അമ്മയും മോനും ഭാര്യയും കൂടെ പോകുന്നതാ സ്പീഡിൽ, എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ചാകാൻ പോയതാ, ചത്തില്ല, ഇപ്പോഴാണ് കണ്ട പാസ്റ്റേ. അവനൊക്കെ വെളിവ് കെട്ട് പോവുക. ഏതായാലും ഇതെല്ലാം സഹിച്ച ഒരു മനുഷ്യനാര്? മോശ. ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് വലിയൊരു ഘടകമാണ്, ചെറിയൊരു കാര്യമല്ല. ആ ലീഡർഷിപ്പ് ഇല്ലാത്തതായിരുന്നു ഇവിടെ ഒരു പ്രശ്നം. പക്ഷേ ഇവിടെ ദൈവം ആ ഒരു സ്കേഴ്സിറ്റിയെ, ക്ഷാമം പരിഹരിച്ചു. വിജാതീയനായ ഒരു രാജാവ് വിളംബരം കൊടുത്തു. എന്താ വിളംബരം കൊടുത്തത്? എൻ്റെ ദൈവമായ യഹോവ എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു, അവൻ്റെ ജനമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി എന്ത് പണിയണം? ആലയം പണിയണം. എല്ലാവരും പറഞ്ഞ് എന്ത് പണിയണം? ആലയം എന്ന് വിളംബരം ചെയ്തു. അന്ന് നമ്മുടെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളോ നെറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലല്ലോ. അന്നുണ്ടായിരുന്നത് വിളംബരം ചെയ്യുകയാണ്. എന്താ വിളംബരം? മുക്കിനും ഭയങ്കര പെരുമ്പറ മുഴക്കുന്നു, വലിയ ഡ്രം അടിക്കുമ്പോൾ എല്ലാവരും പോയി നോക്കും, എന്താ സംഭവം? അപ്പം കേൾക്കുന്നു, പൊക്കോളാൻ. ആര്? യഹൂദൻ. അപ്പം ഇവർക്കൊരു കൽപ്പന കിട്ടി, ഈ രാജന് കൽപ്പന കിട്ടിയിട്ട് പോവുക. ഇനി ലീഡർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം പൈസയുടെ പ്രശ്നമാണ്. പൈസയ്ക്ക് പൈസ വേണ്ടേ? വേണം. ആ പ്രശ്നം കർത്താവ് അങ്ങ് പരിഹരിച്ചു. എങ്ങനെ? 2-ാം അധ്യായം നോക്കിയേ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവ് പറഞ്ഞു എല്ലാവരും പൊക്കളും പോകുന്നവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുത്തു. 2:69 അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശ്. 61,000 തങ്കക്കാശ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഗൂഗിളിൻ്റെ സഹായത്തോടെ. 61,000 തങ്കക്കാശ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റിൽ 500 കിലോ സ്വർണ്ണമാണ്. 500 കിലോ സ്വർണ്ണം എന്ന് പറയുമ്പോൾ 21 മില്യൺ US ഡോളറാണ്. 21 മില്യൺ US ഡോളർ എന്ന് പറയുമ്പോൾ 21 മില്യൺ ഇൻറ്റു 1 മില്യൺ എത്ര മക്കളെ? 1 മില്യൺ. എത്ര ലക്ഷം? 1 മില്യൺ. അതാണ് ഈ പിള്ളേരുടെ കുഴപ്പം. ഈ പിള്ളേരെ മിണ്ടുന്നില്ല, അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇവർക്ക് എന്തിനും കാൽക്കുലേറ്റർ തന്നെ വേണം. 1 മില്യൺ എത്ര ലക്ഷം? എത്ര? ഒരു 1 crore എത്ര മില്യൺ? പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ 1 മില്യൺ 20 എത്രയാണെന്ന് ഞാൻ പറഞ്ഞേ? എത്ര മില്യനായിരുന്നു US ഡോളർ? 21 മില്യൺ US ഡോളർ ഇൻറ്റു ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ് 90 അല്ലേ? ഇൻറ്റു ആരാ പറഞ്ഞ 90 US ഡോളർ കൈകാര്യം ചെയ്യാറുണ്ട് അല്ലേ? 90 ഇൻറ്റു 90. അത്രയും കോടി ഇന്ത്യൻ രൂപ ഉണ്ട്. ഇത്രയും കിട്ടിയാൽ നിങ്ങളുടെ ഹോള് തീരുമോ? എന്നെ അതിൻ്റെ ദശാംശം മതി തീരാൻ. പക്ഷേ അതിന് നമ്മളെന്ത് പാടുപെടുക. കണ്ടോ, കർത്താവ് അങ്ങോട്ട് കൽപ്പന ഇട്ടപ്പോൾ പൈസ അങ്ങോട്ട് ഒഴുകുകയാണ്. 21 മില്യൺ US ഡോളർ, അത്രയും പൈസ. ആ പൈസയല്ല ആയി. ഇനി എന്ത് ചെയ്താൽ മതി? പണിതാൽ മതി. അങ്ങനെ പണിയാൻ വേണ്ടി അവർ വന്നപ്പോൾ ആദ്യത്തെ കൂട്ടർ വന്നത് സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലാണ്. വായിക്കാം. 2-ാം അധ്യായത്തിൽ കാണുന്നു 2:2 എസ്ര 2:2 സെരൂബാബേലിനോട് കൂടെ വന്നവർ യോശുവ, നെഹമ്യാവ്, സെരയാവ്. പിന്നെ 8-ാം അധ്യായത്തിൽ എസ്രായുടെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സെരൂബാബേലിൻ്റെ പിന്നെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് വരുന്നത്. ഏറ്റവും വലിയ പ്രയാണം വന്നതാണ് സെരൂബാബേലിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. ഈ സെരൂബാബേലിൻ്റെ നേതൃത്വത്തിൽ വരുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രവചനം കേൾക്കുന്നുണ്ട്. എന്താണ്? സെരൂബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? ഞാനതിനെ സമഭൂമിയാക്കും, സൈന്യത്താലല്ല ശക്തിയാലേ അല്ല, കൃപ എന്നുള്ള ആർപ്പോടെ ഞാനതിനെന്ത് കയറ്റും? ആണിക്കല്ല് കയറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രവാചകനോട് ദൈവാത്മാവ് അറിയിച്ച ഈ ദൂതൊക്കെ വെച്ചുകൊണ്ട് സെരൂബാബേൽ വരികയാണ്. പക്ഷേ സെരൂബാബേൽ അവൻ്റെ നേതൃത്വം ഇത്രയും പേരും വന്നു. എത്ര പേര് വന്നതും 2-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 64-ാമത്തെ വാക്യം. എത്ര പേര് വന്നു നോക്കി? 42,360 പേർ. കൃത്യം കണക്കൊക്കെയാണ്, അന്ന് റെക്കോർഡിക്കലായിരുന്നു എല്ലാം. 42,360 പേര് വന്നു. പിന്നെ 7,337 പേര് ദാസീദാസന്മാർ. ഇത് കൂടാതെ 200 പേരുടെ കൊയറായിരുന്നു.
അതെനിക്കിഷ്ടപ്പെട്ടു. ആകെപ്പാടെ 4, 3, 7 പേരെ വെച്ചൊരു കൊയറുണ്ടാക്കാൻ എന്ത് പാടാണെന്നറിയാം. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന പലയിടത്തും, ഇവിടെയല്ല, ഇവിടെ നല്ല കൊയറാന്നൊക്കെ പറയും, പലയിടത്തും സ്ട്രഗിൾ അനുഭവിക്കുന്ന ഈ കൊയറിൻ്റെ പേരില്ല. ആണോ? എന്നോടൊരു ഉപദേശി ഒരിക്കൽ പറഞ്ഞാണ്, കൊയർ അറ്റായിക്കാടാ, എനിക്ക് അറ്റായിക്ക് വരാൻ കാര്യം ഇവരുടെ തമ്മിൽ തല്ലാണ്, എന്നോ വഴക്ക. പിന്നെ അവസാനം ആ സഭയിൽ 5 സെറ്റ് കൊയറാണ്, എല്ലാവരും കൊയറാണ്. ചുരുക്കത്തിൽ കൊയറല്ലാത്ത ആരുമില്ല, എല്ലാവരും കൊയറാണ്. ഒരാഴ്ച ഒരു കൊയർ, അടുത്ത ആഴ്ച അടുത്ത കൊയർ. ഇവിടെ പ്രശ്നമുണ്ടോ? ഇല്ല, ഇവിടെ പ്രശ്നം ഇല്ല. നല്ല പിള്ളേരാണ്, ഉറങ്ങാൻ പിള്ളേർ, നല്ല പിള്ളേരാണ്. അപ്പോൾ പലയിടത്തും കൊയർ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ഇവിടെ പ്രശ്നമില്ലായിരുന്നേ. ദൈവം പറഞ്ഞു പോന്നപ്പോൾ എന്നെ പ്രശ്നമാണ്. എത്ര പേരാണ് കൊയറിൽ? 200 പേര് എന്ന് പറഞ്ഞ് 200 പേര്. ഈ സഭയൊക്കെ വളരെ ലൈവ് പോകാമെന്നറിയാം, എന്നാലും കുഴപ്പമില്ല, ഇപ്പം നല്ല കാര്യമൊക്കെ അല്ലേ. ഒരിടത്തൊരു സമൂഹ ഈ ഗ്രൂപ്പ് സോങ്ങിന് മാസ് കൊയർ ഉണ്ടാക്കുമ്പോൾ അവരോർത്ത് ഇനിയും അവരാരും പാസ്റ്റർ സെലക്ട് ചെയ്യേണ്ട, അതിനുവേണ്ടി വലിയ മ്യൂസീഷ്യനെ കൊണ്ടുവന്നു. അയാൾ ഒഡീഷൻ ടെസ്റ്റ് നടക്കും അല്ലേ? ഒഡീഷൻ നിങ്ങളല്ലേ പറഞ്ഞത്? ഓക്കെ. ആ ടെസ്റ്റ് നടത്തിയിട്ടാണ് എടുക്കുക. അപ്പോൾ ഒരു ഗുണമുണ്ടായി, പല ആൻറ്റിമാരും ഔട്ടായി. അവർ ആസ്ഥാന ഗായകരായിരുന്ന ആർക്കും വിട്ടുകൊടുക്കാത്ത ആൻറ്റിമാരൊക്കെ എന്തായി? ഔട്ടായി. എന്നിട്ട് ഈ പിള്ളേർ കൊയറിന് പോവുകയാണ്, ഒരേ സാരിയൊക്കെ എടുത്ത് ബ്ലൗസൊക്കെ ഇട്ട് പോവുക. ഇത് പോകുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതായി. ആർക്ക്? ഈ മോശയെ ഇളക്കിയതുപോലെ അവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇവർ കരഞ്ഞു, എന്നെ ഒഴിവാക്കി, എനിക്ക് പ്രായമില്ലേ. അങ്ങേരെന്തോ എന്നറിയാമോ? ഈ പിള്ളേർ വണ്ടിയിലോട്ട് കയറിയ മുട്ട പൊട്ടിച്ചെറിഞ്ഞു. സഭയിൽ നടന്ന കാര്യം, ഞാൻ വിറ്റ്നസ്സാണ്, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. എന്നാലും എൻ്റെ പ്രിയരെ, ഇതെല്ലാം കൊയറിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ എന്തോ ഇല്ലായിരുന്നു, കൊയറിന് പ്രശ്നമില്ലാത്ത 200 പേര്. ഒന്ന് സ്വോത്രം ചെയ്തേ. 200 പേര് കൊയർ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ആരും മുന്നിൽ നിൽക്കണമെന്നുണ്ടോ? ഇല്ല. ഇത് ഒരു മനോഭാവമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു മനോഭാവം. ഞാൻ ഈ തിരുവനന്തപുരത്തിന് അങ്ങ് തെക്കോട്ട് പോകുന്നിടത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട പാസ്റ്റർ, വലിയൊരു സഭയാണ്, പാസ്റ്റർ പേര് ഞാൻ പെട്ടെന്ന് വായി വരുന്നില്ല, അദ്ദേഹത്തിന് ഒരു കിഡ്നി ട്രാൻസ്പ്ലാൻ്റൊക്കെ നടന്നു. അപ്പോൾ ആ സഭയിൽ ചെന്നപ്പോഴേ അവിടുത്തെ ഒരു പിള്ളേരെല്ലാം ഒരേ ഡ്രസ്സൊക്കെ ഇട്ട്, ഓവർകോട്ടൊക്കെ ഇട്ട് ചോര നിൽക്കുക. അപ്പോൾ ഒരുത്തനപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. പുള്ളി എന്ത് ചെയ്താൽ ഈ കൂട്ടത്തിലല്ല, പക്ഷെ പുള്ളിക്ക് മാത്രം മൈക്കില്ല, പക്ഷേ ഡ്രസ് കോഡെല്ലാം ഇട്ടിട്ടുണ്ട്. പുള്ളിയാണ് പാടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അച്ചായനോട്, ഈ പുള്ളിക്ക് മൈക്ക് കൊടുക്കാൻ ഞാൻ എന്നാൽ പുള്ളി പറഞ്ഞു, മയക്കിട്ട് നിർത്തിയേക്കുന്നേ. ആ പുള്ളിക്ക് സ്കെയിലുള്ള ആളല്ല, പുള്ളിയുടെ ഹൈ പിച്ച് തുടങ്ങത്തുള്ളൂ, ഹൈ പിച്ചിലേ നിർത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് കൊടുക്കാത്തേ, മൈക്ക് കൊടുക്കാത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ പുള്ളി എന്തിനാണ് കയറ്റിയേക്കുന്നത്? എൻ്റെ പൊന്നു ഭാഷയെ, പുള്ളി കയറിയാലേ ഒരു അനക്കമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കയറ്റിയത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, ഈ തിരുവനന്തപുരം പട്ടണത്ത് 200 രൂപ ശമ്പളത്തിൽ ആഴ്ചയിൽ ഒരു വർക്ക്ഷോപ്പ് ജോലിക്ക് ഇരിക്കുകയായിരുന്നു. ഇന്ന് ആ സ്ഥലത്തെ വർക്ക്ഷോപ്പ് പുള്ളിയുടേതാണ്, 3 നില കെട്ടിടവും പണിത്. ഞാൻ അങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ 200 രൂപ ശമ്പളത്തിന് വർക്ക്ഷോപ്പിൽ നിന്ന് ഓർക്കും. പിന്നെ ഞാനങ്ങ് ആരാധിക്കും. പുള്ളിക്ക് പിച്ചിയില്ല. അപ്പോൾ ഈ പുള്ളിയെ ആരാധിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക, സ്റ്റേജിൽ കൊണ്ട് നിർത്തിയേക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു വലിയ സംഗീത സംവിധാനം എല്ലാം ഉള്ള ഒരു വലിയ കൊയർ പൈസയായി. ഇനി എന്ത് നടന്നാൽ മതി? പണി നടന്നാൽ മതി. പണി നടക്കണം. ദേവാലയം പണിയാണ്. ഈ ദേവാലയം വേണമെന്നുള്ളത് ആവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ട് ദേവാലയം വേണം? എന്തുകൊണ്ട് ദേവാലയം? നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു ദേവാലയ സംഭവമല്ല. ഇവിടെ 2-3 പേർ എവിടെ കൂടിയാലും അവിടെ ആരുണ്ട്? യേശുവുണ്ട്. ഞാനത് 100 വട്ടം വിശ്വസിക്കുന്ന ആൾ. എങ്കിലും ഒരു ക്രൈസ്തവ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു, പിന്നെ ഹൗസ് ചർച്ചസ് വേണം നമുക്ക്. ഇതെല്ലാം ഉള്ളപ്പം തന്നെ യൂണിവേഴ്സൽ ചർച്ചസുണ്ട്, രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. അപ്പം തന്നെ നമുക്ക് എന്ത് വേണം? ആലയം വേണം. എല്ലാവരും പറഞ്ഞ് എന്ത് വേണം? ആലയം വേണം. എന്തുകൊണ്ട് ആലയം വേണം? ആലയം ഇല്ലെങ്കിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ചോദിക്കാം. പക്ഷേ ഞാനൊരു ക്രൈസ്തവ ശുശ്രൂഷകനായതുകൊണ്ട് ഞാൻ പറയും ആലയം വേണം. എന്തുകൊണ്ട്? നമ്മൾ ഈ വളർന്നു വരുമ്പോൾ നമ്മളെ ഒരു ജനത്തെ ഒരുമിപ്പിക്കുന്ന ഒരു ദേവാലയമാണ്. ദേവാലയം എപ്പോഴും ഒരു യൂണിഫൈങ് ഫാക്ടറാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ മലയാളി ക്രൈസ്തവ സമൂഹം അവിടെ ബ്ലഡിനകത്തൊരു കുടിയേറ്റമുണ്ട്. മലയാളി ക്രൈസ്തവൻ്റെ ബ്ലഡിനകത്തൊരു കുടിയേറ്റമുണ്ട്. നിങ്ങൾ മലബാറിലേക്ക് പോക്കോ, മലബാറിൽ നിങ്ങൾ കണ്ണൂരോട്ട് പോക്കോ, കാസർഗോട്ടോട്ട് പോക്കോ, അവിടെയൊക്കെ ചെന്നാൽ നമ്മുടെ ഇവിടുത്തുകാരെ കാണാം. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ എവിടുന്ന് വന്നവരാന്ന് ചോദിച്ചാൽ പറയും കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പാല, കൊല്ലം ഇങ്ങനെ വന്നതാണ്. അപ്പച്ചന്മാരുടെ കാലത്ത് എന്ത് ചെയ്താ ഇവർ വന്നിട്ട് അവിടെ അവർ കുറച്ച് റബ്ബർ സ്ഥലം മേടിച്ചു, പിന്നെ ബാക്കി വെട്ടിപ്പിടിച്ചു. പിന്നെ ഇവർ ബന്ധുക്കളെയും സഹോദരന്മാരെയും എല്ലാം പതുക്കെ എന്ത് ചെയ്യും?
കൊണ്ടുവരും. അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു അച്ഛനെ കൊണ്ടുവരും. അച്ഛനെ കൊണ്ടുവന്നിട്ട് എന്ത് വെക്കും? പള്ളി വെക്കും. പിന്നെ ഈ പള്ളി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കുടിയേറ്റ ഗ്രാമങ്ങളല്ലേ, നാട്ടിൽ ആന ഇറങ്ങും. ആന ഇറങ്ങുമ്പോൾ അന്ന് ആദ്യം പോലീസൊന്നുമല്ല വരുന്നത്. ആന ഇറങ്ങുമെന്ന് അറിയിക്കുന്ന അച്ഛനാണ്. പള്ളിയിൽ എന്തോ അടിക്കും? എന്തോ മണിയാ? ശവം ഡെഡ് ബോഡി വരുമ്പോൾ അടിക്കുന്ന പതുക്കെയുള്ള പണിയുണ്ട്, കൂട്ടമണി അടിക്കുമ്പോൾ ആൾക്കാർക്കറിയാം എന്തോ അഭയമുണ്ടായി. ചെല്ലുമ്പം നാട്ടിൽ എന്തോ ഇറങ്ങി? ആന ഇറങ്ങി. ഉറങ്ങുന്ന ആൻറ്റി ഒന്ന് ഉണർത്തിയേക്കണേ. ഉറങ്ങല്ല, എനിക്ക് ഉറങ്ങും, അതുകൊണ്ട് എൻ്റെ മുമ്പിരുന്ന് ഉറങ്ങരുത്. അപ്പോൾ ഭയങ്കര കൂട്ടമണി. മുമ്പിരുന്ന് ഉറങ്ങുമ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു, ഡ്രൈവറുടെ ഇപ്പുറത്തിരുന്നുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. അപ്പോൾ കൂട്ടമണി അടിക്കുക. ഈ കൂട്ടമണി അടിക്കുമ്പോഴാണ് അച്ഛൻ വന്ന് ആന ഇറങ്ങി. അപ്പോൾ പിന്നെ അച്ഛനും അവരാണ് തീരുമാനിക്കുന്നത് നമുക്ക് പാട്ട കൊട്ടണോ, പടക്കം വെക്കണോ, ചെണ്ട കൊട്ടണോ, ആരെ ഓടിക്കാൻ? ആനയെ ഓടിക്കുക. പിന്നെ അപ്പോൾ ഇതെല്ലാ സംവിധാനങ്ങളും ആലോചിക്കുന്ന എവിടുന്നാണ്? പിന്നെ പള്ളിയിൽ നിന്ന്. അപ്പോൾ എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? പള്ളി. മറ്റ് ഓൾ റെസ്പെക്റ്റ്, എല്ലാ ബഹുമാനത്തും കൂടെ ഉള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഞാനും ഒരു ഇന്ത്യൻ പൗരനല്ല. വെറും 2 MP മാത്രം ഉള്ളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക്. 2 MP മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവരെ കളിയാക്കുമായിരുന്ന പറയുക, നാം 2 നമുക്ക് 2. പക്ഷേ ഇന്ന് മഹാഭൂരിപക്ഷത്തോടെ ഭാരതീയ ജനതാ പാർട്ടി MP എണ്ണം കൂടാൻ കാര്യമുണ്ട്. അത് ഒരു ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. പള്ളി ഒരു വികാരമാണ്. പള്ളി എന്താണ്? ഒരു ജനകീയ വികാരമാണ്, ഒരു സമുദായത്തിൻ്റെ വികാരമാണ്. അതൊരു വികാരമാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മകളിലും എന്തു വേണം? പള്ളി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. എന്തിനാണെന്നറിയാമോ? ഈ മക്കളെല്ലാം എവിടെ വരണം? പള്ളി വരണം. എന്നിട്ട് അവർക്കവിടെ ഓർമ്മ വേണം. VBSന് പോയത്, അവിടെ കളിച്ചത്, അവിടെ കൂടിയിരുന്നതിനെല്ലാം എന്തോ വേണം? ഓർമ്മ വേണം. അപ്പച്ചൻ്റെ കൂടെ പള്ളിയിൽ പോയത്, അവിടെ പ്രോഗ്രാം നടത്തിയത്, അവിടുത്തെ ഞാൻ ഈ ഇടയ്ക്ക് യു കെക്ക് പോയപ്പം എന്നോട് എൻ്റെ ഒരു കസിനെ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിന്നെ കാണണമെന്നൊരു ഒരു പെങ്കൊച്ചിന് ഭയങ്കര നിർബന്ധം. ഞാൻ ചോദിച്ചു, അതൊന്നും എനിക്ക് തരത്തില്ല, അവൾക്ക് നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം തരണം, അതാണ് അവിടെ ആഗ്രഹം. ചെന്നൈയൊക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ 1-2 ദിവസമുള്ള അവിടെ. ശരി പോയേക്കാം. ഒരു ദിവസം ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? അപ്പോഴാണ് അവൾ പറയുന്നത്, അവൾക്ക് 5-6 വയസ്സുള്ളപ്പോൾ അവിടെ അമ്മച്ചിയുടെ കൂടെ ഞങ്ങളുടെ VBSന് വരുമായിരുന്നു. അപ്പോൾ VBS കഴിഞ്ഞ് പോകുമ്പോൾ പപ്സൊക്കെ കഴിക്കും. എല്ലാവർക്കും പപ്സും വെള്ളമൊക്കെ കാണത്തില്ലേ? എന്നാലും കഴിച്ച് പോകുമ്പം ഞങ്ങളുടെ അമ്മ അവളോട് കണ്ടപ്പം ചോദിച്ചു, കുഞ്ഞ് എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അങ്ങ് എരുമേലിക്കപ്പുറത്തുനിന്ന്. അപ്പം ദൂരെ വന്ന കൊച്ചായതുകൊണ്ട് കയ്യെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി എല്ലാ ദിവസവും ചോറ് കൊടുത്തു. അതിൻ്റെ ഓർമ്മയാണ് അവൾക്ക്. എനിക്കൊരു വാക്ക് എന്ത് ചെയ്യണം? ചോറാണ്. അപ്പോൾ VBS നടന്നു, പിന്നെ ചോറ് തന്നു, കഴിച്ചു. പിന്നെ നമുക്ക് VBS എന്താ പഠിച്ചതെന്നൊന്നും ഓർമ്മയില്ലെങ്കിലും ഓരോ ഓർമ്മയുണ്ട്. എന്താണെന്നറിയാമോ? അമ്മ ചോറ് തന്ന ഓർമ്മയുണ്ട്. പിന്നെ അവസാന ദിവസം ഞങ്ങളങ്ങ് അടിച്ച് പൊളിക്കത്തില്ലേ? ആരാ കരയുന്നേ? അവന് സാത്താനെ കരയുന്നേ പിള്ളേരെല്ലാം VBSൽ. പിന്നെ ഞങ്ങളൊക്കെ അങ്ങോട്ട് ഓളം കൂടുമ്പോൾ അതൊക്കെ മാറും. കപ്പത്തണ്ട് കൊണ്ടൊരു വള്ളമുണ്ടാക്കി സാത്താനെയും കൂട്ടരെ മതിലിരുത്തി ഉന്തടാ തള്ളടാ. കണ്ടോ ആൻറ്റിയൊക്കെ തെള്ളുന്ന കണ്ടോ ചാവ് കടയിൽ കണ്ടോ? ഡയബറ്റിക് എല്ലാം പോയി ആളങ്ങ് കണ്ടോ? ഉന്തടാ തള്ളടാ ചാവ് കടലിൽ തള്ളട. ഇതിനെല്ലാം ഓർമ്മ വെക്കാൻ എന്തോ വേണം? ഒരു പള്ളി വേണം. അപ്പോൾ ഈ പള്ളി എല്ലാ മതങ്ങളിലും. അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നം, ഇവർക്കിപ്പോൾ എന്തില്ല? പള്ളിയില്ല. പള്ളിയിലെന്നുള്ള ചെറിയൊരു കാര്യമല്ല, പള്ളി പോയി. ഇനി പള്ളി അതുകൊണ്ട് പള്ളിയില്ല തന്നെയല്ല, പള്ളി വെക്കാൻ പൈസ ഇല്ലായിരുന്നു, പള്ളി വെക്കാൻ ആളില്ലായിരുന്നു. അതെല്ലാം ദൈവം പരിഹരിച്ചു. ഒരു ലീഡറെ കൊണ്ടുവന്നു. ലീഡറെ 40,000 പേര് കൊണ്ടുവന്നു. പിന്നെയും തടസ്സങ്ങൾ ബാക്കിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇതൊരു ഉണ്ടായിരുന്ന പള്ളി പോയിട്ട് ഇനി ഒരു റിവൈവൽ നടക്കുകയാണ്. അപ്പോൾ റിവൈവൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ അവിടുന്ന് ദൈവം എന്നെ പറയാൻ പഠിപ്പിച്ചത്. നോക്കൂ, അങ്ങനെ അവർ വന്നിട്ടും വേറൊരു പ്രശ്നമുണ്ടായി. ഇവർ വന്നെങ്കിലും എല്ലാവരും താങ്കളുടെ പട്ടണങ്ങളിൽ പോയി പാർത്തു. 2-ാം അധ്യായം ഓർത്ത് നോക്കി. 2-ാം അധ്യായത്തിൽ എല്ലാ ഇസ്രായേലരും 2-ന്റെ അവസാനം താങ്കളുടെ ഇവിടെ പോയി പട്ടണത്തിൽ പോയി എന്ന് പറഞ്ഞാൽ വന്നപ്പോഴാണ് അവരറിഞ്ഞത് അപ്പാപ്പൻ അവിടെ ഉണ്ട്, കൊച്ചമ്മ അവിടെ ഉണ്ട്. പതുക്കെ എല്ലാവരും കുടുംബങ്ങളിൽ പോയി അവിടെ പതുക്കെ എല്ലാവരെയും കണ്ടൊക്കെ നിന്നു. എന്തോ നടക്കുന്നില്ല, പള്ളി നടക്കുന്നില്ല. അവസാനം ഈ സിൽവാവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരുമിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നുകൂടി. എപ്പം? 7-ാം മാസത്തിൽ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം എന്ത് ചെയ്തു? ഒരുമനപ്പെട്ട് എവിടെ കൂടി? യെരൂശലേമിൽ വന്നുകൂടി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എങ്ങനെ വന്നുകൂടി? ഒരുമനപ്പെട്ട് പറഞ്ഞേ.
അടുത്തിരിക്കുന്ന ആടെ കരമെന്ന് പിടിച്ച് പറയാമോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരുമനപ്പെടണം. ഈ ഒരുമനപ്പെടുന്നത് ഒരൊറ്റ കോസിൻ്റെ പേരില്ല. ഇപ്പോൾ എല്ലാവരും തമ്മിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. ഡിഫറൻസസ് ഒന്നും ഈ വലിയ കാര്യങ്ങളുടെ പേരിലൊന്നും അല്ല. ഡിഫറൻസസ് ഉണ്ട്, എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഞാനും സുരേഷ് ബാബു പാഷനും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഞാൻ മുണ്ടാണ് ഉടുക്കുന്നത്, പുള്ളി പാലാണ് ഉടുക്കുന്നത്. പുള്ളിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരു മുണ്ട് എടുത്തുകൊണ്ട് പോകാൻ. ഞാൻ പറഞ്ഞു വേണ്ട, സാഹസം കാണിക്കരുത്, നടക്കാത്ത ഒരു കാര്യം ചെയ്യരുത്. എൻ്റെ ഒരു വെള്ള ഷർട്ട് മുണ്ടുമൊക്കെ എടുത്തുകൊണ്ട് പോരണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് സാഹസം കാണിക്കേണ്ട, നമ്മളായിട്ടൊക്കെ ഇരിക്കാൻ മതി. ഞാനിങ്ങനെ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് തമാശയ്ക്കാണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാൻ. ഹായ് ബ്രദർ, ഹോയ് സിസ്റ്റർ, ഇന്ന് സന്ധ്യയിൽ ദൈവം എന്നെ കൊണ്ട് നടക്കത്തില്ല, ഒക്കത്തില്ല. അപ്പോൾ ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് ഒക്കത്തില്ല. പക്ഷെ ഞങ്ങളെല്ലാം ഒരുമനപ്പെടുന്ന ഒറ്റ കാര്യത്തിലാണ്, ദൈവരാജ്യം. നമുക്കെന്തോ പണിയണം, ദൈവരാജ്യം പറയണം, ദൈവരാജ്യം പണിയണമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഒരുമനപ്പെടുകയാണ്. നമ്മുടെ കോസ് എന്താണ്? നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, ദൈവരാജ്യം പണിയണം. അതിനുവേണ്ടി ഏറ്റവും വലിയ കാര്യം എന്താണ്? ഒരുമനപ്പെടണം. എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. ഈ ഒരുമനപ്പെട്ടത് എന്ന് അപ്പോസ്തലപ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാവരും പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരുമനപ്പെട്ടിരുന്നു. അവരെല്ലാവരും അത് പല പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. പത്രോസും യോഹന്നാനോടുകൂടെ ചേർന്ന് ഇന്നുകൊണ്ട് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ക്ഷണത്തിൽ അവനെ നരിയാണി ഉറച്ചു. അടുത്ത വാക്യം കാണുന്നത് അവന് ഇവരോട് ചേർന്ന്. ഒരുമനപ്പെട്ട് നിൽക്കുന്നവരുടെ കൂടെ വരുന്നവരും എന്തു ചെയ്യും? ഒരുമനപ്പെട്ട് നിൽക്കണം. സഭയുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ഒരുമനപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് ഈ ദൈവസഭകളുടെ ഇടയിലുണ്ടാകുന്ന പലപ്പോഴും വ്യക്തി താല്പര്യങ്ങളുടെ പേരിലാണ്. സത്യത്തിൽ ഇന്നുള്ള സഭാ കോടതികളുടെ ഏതെങ്കിലും പ്രശ്നം വചനത്തിൻ്റെ വെളിച്ചത്തിലാണോ? അല്ല. തീവ്രമായ ഗുരുതരമായ ഒരു വചനത്തിൻ്റെ പ്രശ്നമാണോ കേസുകളിലേക്ക് കൊണ്ടുപോയത്? അല്ല. വ്യക്തി താല്പര്യം. ഈ വ്യക്തി താല്പര്യങ്ങളില്ലാതാകണം. ഒറ്റ താല്പര്യം ഉണ്ടാകണം, കർത്താവിൻ്റെ താല്പര്യം, ദൈവരാജ്യം പണിയണം. അവിടെ ചിലപ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കേണ്ടതൊക്കെ വരും. നമ്മോട്ട് പോകാം. ഒരുമനപ്പെട്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. ഈ ഒരുമനപ്പെട്ട് വന്നു കൂടിയിട്ട് അവർ എഴുന്നേറ്റു. അതാണ് മൂന്നാം അധ്യായത്തിൽ കാണുന്നത്. മൂന്നാം അധ്യായത്തിൽ എഴുന്നേറ്റു എന്ന് കാണുന്നുണ്ട്. എഴുന്നേറ്റു 3:2 സെക്കൻഡ് പാർട്ട്. അവൻ്റെ സെരുബ്ബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ്. എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്തു? എഴുന്നേറ്റ്. ഇനി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. അപ്പോൾ എങ്ങനെയാണ് ഉണർവുണ്ടാകേണ്ടത്? വചനസഭ പണിയേണ്ടത് എന്ത് പ്രകാരമാണ്? എഴുതിയിരിക്കുന്ന പോലെ. ആരുടെ വചനത്തിൽ? ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ വചനത്തിൽ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാനൊക്കത്തില്ല. ഇല്ല. എഴുതിയിരിക്കുന്നത് പോലെ എന്ത് പണിതു? യാഗപീഠം പണിതു. പണ്ടത്തെ നിലയിൽ പണിതു. എഴുതിയിരിക്കുന്ന പോലെ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വരികയാണ്. ഇനി ആലയം പണിയണം, ആരാധന നടത്തി. എഴുതിയിരിക്കുന്ന പോലെ ഒരുമനപ്പെട്ടു. പണമുണ്ട്. US ബിൽഡർ $21 മില്യൺ സംഘക്കാശ് ഇരിപ്പുണ്ട്. പണിതാൽ മതി. പക്ഷെ പണിയാൻ പ്രശ്നങ്ങൾ. പിന്നെയും മുമ്പോട്ട് പോകട്ടെ. യെരുശലേമിലേക്ക് എല്ലാവരും കൂടെ പണി തുടങ്ങി. 8-ാം അധ്യായം നോക്കിയേ. 8-ാം വാക്യം. യെരുശലേമിലെ ദേവാലയത്തെങ്കിൽ എത്തിയതിൻ്റെ 2-ാം ആണ്ട് 2-ാം മാസം ശെയൽത്തീയലിൻ്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിൻ്റെ മകനായ യേശുവയും, അങ്ങനെയല്ലേ എഴുതിയിരിക്കുക, യേശുവയും അവരുടെ ശേഷം സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിന് യെരുശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടെ തുടങ്ങി? പണി തുടങ്ങി. കയ്യിലൊന്ന് പിടിച്ച് പറഞ്ഞേ, ആരൊക്കെ പണിതു? എല്ലാവരും കൂടെ. ആ വാക്കൊന്നും മറക്കരുത്, അടിവര ഇട്ടേക്കണം. ആരൊക്കെ? എല്ലാവരും കൂടെ. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും കൂടെ. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും കൂടെ വന്നു. അതിനകത്ത് ആ പണിക്കുള്ളവർ ആരാന്ന് നോക്കിയേ. അടുത്ത പ്രായം 20 വയസ്സ് മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിന് പണി നടത്താൻ നിയമിച്ചു. ലേവ്യർ പൊതുവേ ഒരു ശുശ്രൂഷ മേഖലയാണ്, പൗരോഹിത്യ വർഗമാണ്. പക്ഷേ നിയമിച്ചു. എത്ര വയസ്സിന് മേൽ പ്രായമുള്ളവരെയാണ്? 20 വയസ്സ്. അപ്പോൾ ഒരു പ്രായം ഉള്ള എല്ലാവർക്കും ദൈവരാജ്യത്തിൽ ഒരു ജോലി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയുണ്ട്. ഞങ്ങളുടെ സഭയിലെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ 2 ആൺപിള്ളേരാണ്. അമ്മയുടെ പേര് ജോട്ടി ജന്നെന്നാണ്. സന്തോഷമുണ്ട്. അവർക്ക് സാധാരണ നല്ല നിലയിൽ പണമൊക്കെ ഉള്ളവർ. പക്ഷേ ഈ പിള്ളേർ നല്ല വെളുത്ത്
ചുമന്ന് ഇരിക്കുന്ന പിള്ളേർ, നല്ല ഇവർ ഈ വെളുത്ത് ചുവന്ന പിള്ളേർ വെയിലൊന്നും അടിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ ഒരു ഗുണമുണ്ട്, ഇവർ അവർ 8ലും 9ലും പഠിക്കുക. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുമ്പോൾ ഈ ശ്രമദാനം നടത്തും. ഇവരുടെ അമ്മയ്ക്കൊരു ഗുണമുണ്ടായിരുന്നു, രാവിലെ 8ലും 9ലും പഠിക്കുന്ന ഈ ചുമന്ന വെളുത്ത പിള്ളേരെ മമ്മട്ടിയും കൊട്ടയുമായിട്ട് രാവിലെ ഇങ്ങ് വിട്ടിട്ട് പറയും, പാസേജിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും കുടിച്ചോണം, വൈകുന്നേരത്തെ കയറി വരാവും. അമ്മ പറഞ്ഞങ്ങ് വിടുകയാണ്. മറ്റേ ഇമാർ വെട്ടി മണ്ണ് കോരി വേർത്ത്, അപ്പോൾ ഈ ചുമന്ന പിള്ളേരോടൊക്കെ ആകുമ്പോഴത്തേനങ്ങ് വേർത്ത് വെളുത്ത് ചുമന്ന് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് ഇതുങ്ങൾക്ക് കൂടെ കൊണ്ട് വെള്ളമൊക്കെ കൊടുക്കും. ഇപ്പോൾ അതങ്ങനെ പണിത് പരിചയമില്ലല്ലോ. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇവരെ കൂടെ വിളിച്ചിട്ട് ഇവർ വേർത്ത് നിൽക്കുക, ഇവരുടെ കല്യാണത്തിന് ഞാനില്ലെങ്കിലും പറഞ്ഞേക്കണം, ചർച്ചിന് മണ്ണ് ചുമന്ന പിള്ളേരാന്ന്, ചർച്ചിന് മണ്ണ് ചുമന്ന പിള്ളേർ. അടുത്തിടയ്ക്ക് ഞാൻ കാനഡയിൽ ചെന്നപ്പം മൂത്തവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ പൊന്നെ, ഏക്കറേജ് കണക്കിന് സ്ഥലം മേടിച്ച് അതിനകത്ത് താമസിക്കുക. അവൻ്റെ ഡെഡിക്കേഷന് ഞാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ചർച്ചിന് മണ്ണ് വെട്ടിയ പിള്ളേരാ. കണ്ടോ, തമ്പുരാൻ ആർക്കും കിടക്കാരനല്ല, തമ്പുരാൻ ആർക്കും എന്തല്ല, കടക്കാരനല്ല. ഉറക്കെ പറഞ്ഞേ, തമ്പുരാൻ ആർക്കും. എന്നാൽ വേറൊരു കുഞ്ഞ് അധ്വാനിക്കാൻ വന്നപ്പോൾ സങ്കടം കൊണ്ട് പറയുക, അതാരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവരുടെ അമ്മ പറഞ്ഞു, എൻ്റെ മോൻ കഷ്ടപ്പെടാതിരിക്കാൻ അവൻ്റെ അച്ചായൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഗുണമുണ്ട്, മോൻ ഇപ്പോഴും നാട്ടിലുണ്ട്. അത്രയൊക്കെ ഉള്ളു. എല്ലാവർക്കും ഒരു ജോലിയുണ്ട്. പറഞ്ഞേ, എല്ലാവർക്കും എന്തുണ്ട്? ഒരു ജോലിയുണ്ട്. ഈ ജോലി പലതായിരിക്കാം. അപ്പോൾ ഇവിടെ ജോലി ചെയ്യണം. ആർക്ക്? ദൈവരാജ്യ പണിക്ക് എല്ലാവർക്കും ഒരു റോളുണ്ട്. എല്ലാവർക്കും. അങ്ങനെ 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ യഹോവയുടെ ആലയത്തിൻ്റെ പണി നടത്തുവാനായിട്ട് നിയമിച്ചു. അവരെല്ലാവരും കൂടെ ഒരുമനപ്പെട്ട് നിന്നു. വീണ്ടും നമ്മൾ ആ വാക്യം കാണുന്നു, യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽവിചാരണ ചെയ്യുവാൻ എങ്ങനെ നിന്നു? ഒരുമനപ്പെട്ട് നിന്നു. എല്ലാവരും പറഞ്ഞ്, എങ്ങനെ നിന്നു? അപ്പം പണി നടക്കുമ്പോൾ എങ്ങനെ നടക്കണം? ഒരുമനപ്പെട്ട് നിൽക്കണം. എല്ലാവരും എന്ത് ചെയ്യാൻ വരണം? പണി ചെയ്യാനായിട്ട് വരണം, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? പണി നടക്കുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പണി ചെയ്യുന്നവർ, ദൈവരാസഭയിൽ നടക്കേണ്ട ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പണി ചെയ്യുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫിലായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ ഒരു വാക്കെഴുതിയിട്ടുണ്ട്. അങ്ങനെ കൂടെ നിർത്തി എന്ന് പറഞ്ഞേ, ആ വാക്ക് വിട്ടുപോയോ? കൈത്താളങ്ങളോടും കൂടെ നിർത്തി. ഒന്ന് പറഞ്ഞേ, കൂടെ നിർത്തി. പറ, ഒന്നുകൂടെ പറഞ്ഞേ. അപ്പം ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, 1, ഒരുമനപ്പെടണം. 2, എല്ലാവർക്കും ഒരു പണിയുണ്ട്, എല്ലാവർക്കും ഒരു റോളുണ്ട്. ഓരോ റോളും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിൽക്കണം. പറഞ്ഞേ, കൂടെ നിൽക്കണം, കൂടെ നിർത്തണം. ഒന്നുകൂടെ പറഞ്ഞേ, കൂടെ നിർത്തണം. എല്ലാവരും കൂടെ നിർത്തണം. ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞ റാന്നി കൺവെൻഷൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. അനുഗ്രഹമായിരുന്നു. അപ്പോൾ സ്നാനത്തിന് ഞങ്ങൾ ആറ്റിലൊക്കെ പോയി സ്നാനപ്പെടുത്തി, താലിയൊക്കെ നടത്തി, പാട്ടൊക്കെ പാടി. അത് ഒത്തിരി നാളോട് അങ്ങനെ പോകുന്നേ. അപ്പോൾ ഞാൻ ഓർത്തൊരു സന്തോഷമല്ലേ, ആറ്റി പോയി ചണ്ടയൊക്കെ കൊട്ടി, പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയാം. ചണ്ടയൊക്കെ കൊട്ടി തമ്പാറൊക്കെ അടിച്ച് ആറ്റിപ്പോയി ഒന്ന് സ്നാനപ്പെട്ടെ. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രിമൈസസ് എല്ലാം അങ്ങ് അഴുക്കാവും. കാരണം വേസ്റ്റാണ്. ഈ ഫുഡ് വേസ്റ്റ് പെട്ടെന്ന് അഴുക്കാവും. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു പ്രശ്നം. പഞ്ചായത്തിൽ നിന്നൊന്നും അങ്ങനെ കൃത്യമായിട്ട് കൊണ്ടെടുത്തുകൊണ്ട് പോകാനെന്നുള്ള മറ്റ് സ്ഥല രാജ്യങ്ങളിലൊക്കെയാണ് അതുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് ഞങ്ങൾ പലെല്ലാം കൂടെ തരംതിരിച്ച് ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ട് വേറൊരു സ്ഥലത്ത് ഒരു JCBക്ക് കുഴിയൊക്കെ എടുത്ത് നമ്മുടെ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടാൻ തീരുമാനിച്ച് വേസ്റ്റിനും വെട്ടിക്കോരണ്ടേ. ആര് വെട്ടിക്കോരും? ഏതായാലും ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് വേസ്റ്റെല്ലാം വെട്ടിക്കോരി നിങ്ങളത് ചുമ്മി ഇതിനകത്ത് കയറ്റി ഇറക്കി. അതിനകത്ത് ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ജോലിക്കാരെല്ലാം കൂടെ വെട്ടി കയറ്റിയിട്ട് എല്ലാം ഇറക്കിയിട്ട് വന്നപ്പോൾ ഒരു പെണ്ണ്, ഒരു ഗവൺമെൻറ് ജോലിക്കാരത്തെയാണ്. ആ കൊച്ചിറങ്ങി വന്നപ്പോൾ ദേഹം മുഴുവൻ വേസ്റ്റ് ഇങ്ങനെ ഒലിക്കുക. അല്ലെന്ന് പറഞ്ഞ്, പാസ്റ്ററേ, ഞങ്ങളോ എളിയവർ, ആത്മാവിനാൽ പണിയപ്പെടാത്തവർ,
വലിയ വചന നിശ്ചയം ഒന്നും ഇല്ലാത്തവർ. പക്ഷെ വേസ്റ്റ് വരാൻ ആരേ ഉള്ളൂ? അല്ല, സത്യമായിട്ടും വേസ്റ്റ് വരാൻ ആരേ വരത്തുള്ളൂ? മുമ്പേ ഇരുന്ന് വേദോസം വായിക്കുന്ന അമ്മാമ്മ വേസ്റ്റ് വരാൻ വരത്തില്ല. പക്ഷെ പുറകെ നിൽക്കുന്ന അച്ചായൻ, ആ പിള്ളേരെന്തിന് വരും? വേസ്റ്റ് വരാൻ. എനിക്ക് വരുന്നത് അവർ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം സുവിശേഷകൻ്റെ ജോലി എല്ലാവരെയും എന്ത് ചെയ്യുക? കൂടെ നിർത്തുക. ഞാനൊരിക്കലൊരു യോഗത്തിന് നിൽക്കുമ്പോൾ എൻ്റെ അടുക്കലൊരു സങ്കടം വന്ന് പറഞ്ഞ്, പാട്ടുകാരാ കൊയറന്തി പാട്ടുകാരാ, പാവം പിടിച്ച പിള്ളേർ. അപ്പോൾ ആ ഉദ്ദേശിച്ച് അവരെ വഴക്ക് പറഞ്ഞു. എന്നാ കാര്യം ചോദിച്ചു. ഭയങ്കരമായിട്ട് മൈക്കിലോട് വഴക്കഞ്ഞിമാരിടയ്ക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നോട് വിളിച്ച് ചോദിച്ചു, പാസ്റ്റർ ഒരു പ്രാസംഗികനല്ലേ? ആണ്. എത്ര മണിക്കാണ് പ്രസംഗിക്കാൻ വന്നേ? ഞാൻ പറഞ്ഞു 7:30. എത്ര മണിക്കാണ് യോഗം തുടങ്ങിയത്? 6 മണിക്കാണ്. എഴുന്നള്ളി വന്നത് 7:30 ആണ് മോനെ, ആണ്. സത്യ പാസ്റ്റേ 3 മണി ആയപ്പം ഞാൻ വന്നതാ. മൈക്കെല്ലാം വെച്ചു. പിന്നെ ഹലോ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഷർട്ട് മാറാൻ പോലും പിന്നെ അവിടെ നിന്നുകൊണ്ട് വെള്ള ഷർട്ട് എടുത്തിട്ടു. എന്നിട്ട് പിന്നെ ആദ്യം സോളോയാണ്. ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം നമ്മൾക്ക് വേണ്ടി പാടുന്നത് സഹോദരി എന്ന് പറഞ്ഞൊരു ഗാനം. പിന്നെ അത് കഴിഞ്ഞ് ആരാ ഒരു പയ്യനൊരു പാട്ട്. 3-4 സോളോ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? കൈയടിച്ചൊരു പാടി. പിന്നെ ഒരു കൈയടിച്ച് പാടി ആളുകൾ വരുമ്പോഴാണ് പിന്നെ എഴുന്നേറ്റ് ഇന്ന് പാടുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഉപദേശിച്ച് കയറിയപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയതാണോ കുറ്റം? അതിനാണ് എന്നെ പള്ളു പറഞ്ഞേ, സങ്കടമുണ്ട് പാസ്റ്ററേ, സങ്കടം. ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം ഞാൻ ഓർത്ത് സത്യമില്ല, ഞാൻ ഈ 7:30 വന്ന് കയറണമെങ്കിൽ എന്തോ വേണം? ഈ എത്ര നേരം പാടണ്ടേ? ഞാൻ താമസിച്ചാൽ വിളിച്ച് പറയും ബ്ലോക്കാണ്, ചവിട്ടി നീട്ടിക്കോളാൻ. ഞാൻ നേരത്തെ വന്നാൽ പറയും ചവിട്ടി നിർത്താൻ. അപ്പം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചവിട്ടി വിടണം, നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചവിട്ടി നിർത്തണം, എന്നിട്ട് മെക്കിട്ട് കയറുന്നു. അപ്പോൾ എനിക്ക് അവരോടൊക്കെ സങ്കടം തോന്നി. കാരണം അവനും വേണ്ടേ? കാരണം എനിക്കിത് അറിയത്തില്ല. സുരേഷ് ബാബു പാസ്റ്റർ അറിയാമോന്നും എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം പറയാം, മരിച്ചു പോയൊരു ദൈവദാസനുണ്ടായിരുന്നു, ബ്രദർ ബിജു കറുകയിൽ. അറിയാം, പൗരുഷനെ പാടിയ കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ. പുള്ളി പഴയ സുഹൃത്താണ് എൻ്റെ. ഇപ്പോഴൊന്നും അല്ല, പൗരുഷനൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം കൺവെൻഷൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്, കറുകയിലെ ബീച്ച്. അപ്പോൾ ബീച്ചാൽ ഞാനും കൂടെ കൂട്ടായിരുന്നു. അപ്പോൾ കണ്ട എന്നെ കൊച്ചിലെ വിട്ടാൽ അറിയാം. പ്രിൻസിങ് എന്നേ ഇവിടെ ഇമ്മാരൊക്കെ വലിയ ആൾക്കാരായിട്ടാണെങ്കിൽ നീ ഇങ്ങനൊന്നും നിന്നാൽ ഒക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്നെ ചെയ്യണം, നിന്നെ ഞാൻ പഠിപ്പിക്കാം. നീ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് ഏത് പാട്ടാണെന്ന് പാടാൻ പോകുന്നു പറഞ്ഞാൽ അത് എന്നോട് പറയണം. എന്നിപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അതിൻ്റെ സ്കെയില്. ഇപ്പം നീ പറയാൻ തുടങ്ങുന്നിടത്ത് തിരിഞ്ഞ് നോക്കി ഒന്ന് പറഞ്ഞേക്കണം ഡി മേജർ. നീ അത്രയും പറഞ്ഞാൽ മതി. കേൾക്കുന്നവർക്ക് തോന്നും നിനക്കറിയാവുന്ന. എനിക്കൊന്നും അറിയത്തില്ല. സുരേഷ് ബാബു പാസ്റ്റർ ഡി മേജർ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടാണോ അറിയാമോന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല ചെയ്തത്. അപ്പോൾ കേൾക്കുന്നവർ തോന്നുന്നു ഇദ്ദേഹത്തിന് ഭയങ്കര സ്കെയിലാണ്, സംഭവമാണ്. എന്നോട് ബീച്ചാനാണ് പറഞ്ഞു തരുന്നത്, ഈ പാട്ട് നീ പാടണം, ആ പാട്ടിൻ്റെ സ്കെയില്, എന്നിട്ട് അതിൻ്റെ ഒരു സ്കെയിൽ ഇങ്ങനെയൊക്കെ ഇല്ല പറയത്തില്ലേ, അതൊക്കെ കാണിച്ചാൽ മതി എന്ന് പറയും. അപ്പം ഇരിക്കുന്നവർക്ക് തോന്നുന്നു എനിക്ക് പാട്ടൊക്കെ സർവകലാ വല്ലഭനാന്ന് അല്ലേ. മുൻസിപ്പാസ്റ്റർ ആരാ? മുൻസിപ്പാസ്റ്റർക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ പറയാൻ ഒരാൾ വേണ്ടേ? സ്കെയിൽ പിടിച്ച് പാടണ്ടേ? ഇനി നമ്മൾ ഏത് പിച്ചിൽ തുടങ്ങിയാലും അതിൻ്റെ കൂടെ ഇവരെന്ത് ചെയ്യണം? വെത്തണ്ടേ? അതിന് ഇവർ വേണ്ടേ? അപ്പോൾ അതിനും നമുക്ക് എന്ത് വേണം? ആളുകൾ. പിന്നെ ഈ സൗണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ സൗണ്ട് ചെയ്യുന്ന കൊച്ചന് ഒരു ദിവസം സൗണ്ട് ചെയ്തപ്പോൾ ഒന്ന് കൂടി. ഈ സൗണ്ട് വലിയ പാടാണ്. പൗരുഷൻ ഞാൻ പ്രസംഗിക്കുമ്പോൾ സൗണ്ട് ചെയ്യുന്നവർ പറയും ശോകമ കയറ്റി വെച്ചോളാൻ പറയും. ശോകമ കയറ്റി അവന് സൗണ്ട് കൂട്ടി കൊടുക്കണം. ഞാൻ കഴിഞ്ഞ് വരുമ്പോൾ രൗദ്രമാണ്, ഷാജിയമ്പോൾ പാർഷ കുറച്ചോളാൻ പറയും. അപ്പോൾ ശോകത്തിന് കൂട്ടിക്കൊടുക്കണം, രൗദ്രത്തിന് ചവിട്ടി പിടിക്കണം. ഇതെല്ലാം ആര് ചെയ്യണം? ഇവർ ചെയ്യണ്ടേ? അപ്പോൾ ഒരുത്തൻ്റെ എടുത്തുകൊണ്ട് ചെയ്തപ്പോൾ സൗണ്ട് കൂടി ഹൗളി എന്നൊക്കെ പറഞ്ഞൊരു അച്ചാൻ കയറി ചൂടായപ്പോൾ അവൻ ഇത് പറഞ്ഞു, എൻ്റെ പൊന്നച്ച കുറേ നേരം ഉണ്ട് എൻ്റെ മെറ്റിക്കിട്ട് കയറല്ലേ, എനിക്ക് ഈ സൗണ്ട് എഞ്ചിനീയർ അല്ല, ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്, പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് തിരിക്കുക, എനിക്കിത് അറിയത്തില്ല, പ്രിൻസിപ്പാസ്റ്റർക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്യുക. പിന്നെ പുള്ളി അതാണ് ചൂടായപ്പോൾ ഇവൻ എഴുന്നേറ്റ് പറഞ്ഞു ഇരിക്കണോ അവിടെ, എനിക്ക് തിരിക്കുക ശരിയാക്കിയത്, കാരണം എനിക്കും അറിയത്തില്ല. അപ്പം ഇത് കൂട്ടാനും കുറയ്ക്കാനും ഒരാൾ വേണം. അപ്പം നമുക്കെല്ലാവരെയും കൂടെ നിർത്തണം. പറഞ്ഞേ, എല്ലാവരും കൂടെ നിൽക്കണം, എല്ലാവരെയും എന്തും ചെയ്യണം,
കൂടെ നിർത്തണം. അടുത്തിരിക്കുന്ന ആളുടെ കാര്യം കലം പഠിച്ചൊന്ന് പറഞ്ഞേ, എല്ലാവരും എന്ത് ചെയ്തോണം? കൂടെ നിർത്തിക്കണം. ദൈവസഭയെ എല്ലാവരെയും കൂടെ നിർത്തണം. അതിന് ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നത്, പുതുതായിട്ട് ഒരാൾ വന്നാൽ നല്ലപോലെ ഒന്ന് ചിരിക്കണം. നല്ലപോലെ ഒന്ന് ചിരിക്കണം. നല്ലപോലെ ചിരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അവരെ നോക്കി ഒന്ന് നോക്കരുത്. നല്ലപോലെ എന്ത് ചെയ്യണം? ഒന്ന് ചിരിക്കണം. ഇനി ചിലരുണ്ട്, ഇവിടെ അത് കണ്ടില്ല, സന്തോഷമുണ്ട്. ചില യോഗം കഴിയുന്നതിന് താമസിച്ചേ വരത്തുള്ളൂ. ഇവർ കഴിയുന്നതിന് മുമ്പ് ഒരു പോക്കുണ്ട്, ആശ്രമത്തിന് മുമ്പ്. അന്നേരം എനിക്ക് തോന്നിയ എന്താണെന്നറിയാം, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവർക്ക് അറിയാം, ജനഗണമന യതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത ജാബ് സിന്ധു ഗുജറാത്മ ഏറ്റവും ഒടുവിൽ ജയ ഹേ. പോകരുത്. അങ്ങനെ പോകുന്നവർ ദയവായി യോഗത്തിന് വരരുത്. കുറഞ്ഞ പക്ഷേ ഒരു 6-7 പേരെങ്കിലും ഒന്ന് നോക്കി ചിരിക്കണം. പുതുതായിട്ട് ഒരാളെ കണ്ടാൽ എന്താ പേരെന്ന് ചോദിക്കണം, പ്രാർത്ഥിക്കാമെന്ന് പറയണം. അടുത്ത ആഴ്ച കണ്ടില്ലെങ്കിൽ ഒന്ന് തിരക്കണം. ഇതിൻ്റെയൊക്കെ പേരാണ് ദൈവസഭയെന്ന് പറയുന്നത്. അതെല്ലാവർക്കും ചെയ്യാൻ ഒക്കുന്ന കാര്യമാണ്. അതാണ് എല്ലാവർക്കും ഒരു ജോലിയുണ്ട്. സ്വതന്ത്രം പറഞ്ഞേ, ഞാൻ ഒരു സാമാന്യം ഒരു ചെറിയ ഒരു കുറച്ചംഗങ്ങളുള്ളൊരു സഭയുടെ ഭാഷ. ചിലർ വന്നില്ലെങ്കിൽ പറയത്തില്ല, പാസ്റ്റർ വേണേ കണ്ടുപിടിച്ചോണം. അടുത്തിരിക്കുന്ന എനിക്ക് അറിയാമെങ്കിലും പക്ഷേ അയാൾ പനിച്ച് കിടക്കുക, വന്നിട്ടില്ലെന്ന് എന്ത് ചെയ്യത്തില്ല, അതെന്നെ പറയാൻ. അത് പിന്നെ നിങ്ങളുടെ ജോലി എന്തുവാ? അല്ല, പിന്നെ സത്യമായിട്ട് ഞങ്ങളുടെ ജോലി ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആ ജോലി സഹായിക്കാനൊക്കത്തില്ലേ? എനിക്കൊരു മാന്യനായ ദൈവദാസനുണ്ട്, സഹോദരന റജി എന്ന് പറയും. റയിച്ചാനൊരു കാര്യം ചെയ്യും, ഞായറാഴ്ച വരുമ്പോൾ ഒന്ന് ചുറ്റും നോക്കും. പുള്ളിക്ക് അറിയാവുന്ന ആരൊക്കെ വന്നിട്ടില്ലെന്ന് അന്ന് എനിക്ക് യോഗം കഴിയുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യും. ഇന്നാര് സീറ്റില്ല, പാസം തിരക്കിയേക്കണം. ഇവിടെയുണ്ട് ഒരാളുണ്ട് എനിക്ക് ഒരാളുണ്ട്. ആ ഒരാളോട് ഇല്ലായിരുന്നെങ്കിൽ അത് ജോൺസനുണ്ട് ഇവിടെ. ഒരാളെ കണ്ടില്ലെങ്കിൽ പാസ്റ്ററോടൊന്ന് പറയുക. അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് കാരണം എന്താണെന്ന് എന്നോട് പറയും. എന്നിട്ട് എന്നോട് പ്രത്യേകം പറയും, പാസ്റ്റർ തന്നെ കണ്ടുപിടിച്ചതായിട്ട് എന്ത് ചെയ്തു, വിളിച്ചു. അത്രയും സന്തോഷമാകട്ടെ. ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണ്ട, പറയണ്ട. അത്രയും മാന്യത വേണ്ടേ? ഇതൊരു ജോലിയല്ലേ? ആ ജോലി ചെയ്യാമോ? ഈ സഭയുടെ സ്ഥിരാംഗങ്ങളൊന്ന് കൈവക്കിക്കേ. ഈ സഭയുടെ സ്ഥിര അംഗങ്ങളൊന്ന് കൈവക്കിക്കുക. ദൈവം അനുഗ്രഹിക്കണം. ഇത്രയും ജോലി ചെയ്യണം. ഒരാളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? തിരക്കണം. പുതുതായിട്ട് ഒരാൾ വന്നാൽ എന്ത് ചെയ്യണം? ചിരിക്കണം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കണം. ഞങ്ങളുടെ അവിടെ ഒരു അപ്പച്ചൻ വന്നത് എങ്ങനെയോ വന്നാണ്. ഒറ്റയടിക്ക് പുള്ളി ഞങ്ങളുടെ അംഗമായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വാതിക്കലൊരു അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു. അച്ഛനെ കണ്ടപ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. പുള്ളി ഫ്ലാറ്റായി. ഇന്ന് പോയിട്ടില്ല, പുള്ളി ഫ്ലാറ്റായി ഉമ്മയ്ക്കകത്ത്. അങ്ങനെയാണ്. അതാണ് സഭ. അവിടെയാണ് നമ്മുടെ ജോലി. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? ഒരു ജോലിയുണ്ട്. ഉണ്ട്. ഒരു ജോലിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവസഭ. അങ്ങനെ ദൈവസഭ പണിയാനൊക്കത്തുള്ളൂ. ഇതൊരാൾ വന്ന് മാത്രം ചെയ്യുന്ന ഒരു ജോലി അല്ലിത്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം. പിന്നെ എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അത് ഓരോരുത്തർക്കും ഓരോ ദൗത്യമാണ്. മാതാക്കൾക്ക് ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലെ ഒരു കുഞ്ഞിനെ കണ്ട എന്തുകൊണ്ട് കുഞ്ഞേന്ന് വിളിക്കാൻ കഴിയും. അത്രയൊക്കെ വിളിച്ചാൽ മതി. കുഞ്ഞേന്ന് വിളിക്കാൻ കഴിയത്തില്ലേ? കഴിയും. എനിക്ക് അമേരിക്കയിൽ ഞങ്ങളുടെ ഒരു ആൻറ്റിയുണ്ട്. ആൻറ്റി ആ സഭയിൽ അറിയപ്പെടുന്ന ആൻറ്റി എന്നാണ്. ആൻറ്റി ആൻറ്റിയുടെ ബായി നിറച്ച് മുട്ടായി കൊണ്ട് വന്ന എല്ലാ പിള്ളേർക്കും ഓരോ മുട്ടായി കൊടുക്കും. എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് കൊടുക്കും. പിള്ളേർ യോഗത്തിന് വരുന്നത് ആരെ കാണാനാ? ആൻറ്റിയെ കാണാനാ. ആൻറ്റിയുടെ ശുശ്രൂഷ. ആൻറ്റിക്ക് വലിയ സൺഡേ സ്കൂളും പഠിപ്പിച്ചില്ലെങ്കിലും എല്ലാവർക്കും ആൻറ്റി അറിയാം. ഇങ്ങനെ കുറേ പേരൊക്കെ ദൈവസഭയെ വേണ്ടേ? വേണം. അപ്പം അതാണ് ദൈവസഭ. കൂടെ നിർത്താം. ഞങ്ങളുടെ സഭയിലെ ഒരു അച്ഛൻ എന്നോട് വന്ന് ചോദിച്ചു. ഞാനത് എപ്പോഴും പറയുന്നൊരു സാക്ഷിയാണ്. പാസ്റ്ററേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാൻ അറിയും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തും ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തോ ചെയ്യാൻ അറിയാം? പുള്ളിയാണ്ട് പറഞ്ഞു, നല്ല ചായ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ചായക്കുള്ള സംവിധാനം ചെയ്തു. പുള്ളി ഞായറാഴ്ച രാവിലെ 5:30 ആകുമ്പം വരും. 5:30 6 മണിയാകുമ്പോഴത്തേന് ആൾക്കാർ വരാൻ തുടങ്ങും. പുള്ളി ചായ അടിക്കും, ചിരിച്ചുകൊണ്ട് ചായ അടിക്കും. കൺവെൻഷൻ കിടക്കുമ്പോൾ പുള്ളി ഒറ്റ കണ്ടീഷനെ വെക്കത്തുള്ളൂ, ഒരു ചെറിയ ബോക്സ് വലിച്ച് ചായ അടിക്കുന്നിടത്ത് വെച്ചേക്കണം. എന്തിനാണെന്നറിയാമോ? പാട്ട്
കേട്ടോണ്ട് പുള്ളി അന്യഭാഷ പറഞ്ഞാൽ ചായ അടിക്കുന്നത്. എന്നോ രുചിയാണെന്നറിയാം. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഭയങ്കര വൈറലായി. പുള്ളി ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് എന്തോ അടിക്കുക, ചായ അടിക്കുക. അപ്പോൾ ഓർത്തോണേ, അതിന് ഒരു വിളി വേണ്ടേ? എല്ലാവരും കൂടെ കൂടുന്നതാണ് ദൈവസഭ. ഇതിനകത്ത് അപ്പം എല്ലാവരുമുണ്ട്, എല്ലാവരുമുണ്ട്. കൂടെ നിൽക്കുന്ന ഒരു സഭ, കൂടെ നിർത്തുന്ന ഒരു സഭ. ആ സഭയാണ് ഇനിയും കേരളം കാണാൻ പോകുന്ന ദൈവസഭ. ഹല്ലേലൂയ. എല്ലാവരും കൂടെ നിർത്തുന്ന സഭ. എന്നിട്ട് പറയുകയാണ്, പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ. നോക്കിയേ, പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ. ഇനിയും അതിൻ്റെ താഴോട്ട് വരുമ്പോഴും കാണുന്നുണ്ട്, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലെയ്ഡ് ബൈ ഹും? ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ മറ്റൊരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അത് രാജാവിന് ഒരു കത്ത് കൊടുക്കുമ്പോൾ ശെഷ്ബശർ എന്നുള്ളൊരു പേര് 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഒരു യഹൂദ പ്രമാണിയാണ് ശെഷ്ബശർ. അയാളാണ് ഇതിനൊക്കെ അടിസ്ഥാനം ഇട്ടെന്ന് അവർ രാജാവിനോട് പറയുന്നുണ്ടെന്ന് ഒഴിച്ചാൽ, ഈ പണി നടക്കുന്ന സമയത്ത് ഇട്ട ആൾക്ക് പ്രാധാന്യമുണ്ടോ? ഇല്ല. ആരാ ഇട്ടേ? അത് പിന്നാണ് കാണുന്നത്. ഇവിടെ ആരെങ്കിലും പേരെഴുതിയിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും കൂടെ എന്തിട്ടു? അടിസ്ഥാനം ഇട്ടു. പറഞ്ഞേ, എല്ലാവരും എന്തോ ഇട്ടു? അടിസ്ഥാനം ഇട്ടു. അപ്പോൾ ഇവിടെ വ്യക്തിക്ക് പ്രാധാന്യം ഇല്ലാത്തതാണ് ദൈവസഭ. ഈ ദൈവസഭയ്ക്ക് വ്യക്തിയല്ല വിഷയം. ഞാൻ അവിടെ ഇല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരില്ല? ഞാനില്ല. ഈ ഞാൻ എന്ന് പറയുന്നത് ഭയങ്കര അപകടകാരിയാണ് കേട്ടോ. ഒരു ശില്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ശില്പി ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പോൾ ആ ശില്പിക്ക് മരണത്തെ പേടിയാണ്. അതിവിദഗ്ധനായ ശില്പി. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, കാലം വരും. അപ്പോൾ കാലം വരുമ്പം തനിക്ക് പേടിയായതുകൊണ്ട് കാലം കൊണ്ടുപോകാതിരിക്കാൻ ഒരു കാര്യം ചെയ്തു. കാലം വരുമെന്ന് ഉറപ്പായപ്പോൾ തന്നെപ്പോലെ 6 ശില്പങ്ങളെ ഉണ്ടാക്കി. അണുവിട തെറ്റാത്ത 6 ശില്പങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനിടയ്ക്ക് കയറി പുള്ളി നിന്നു. കാലം വന്ന് തപ്പോട് തപ്പ്. ഈ കിളിയെട്ടി നോക്കി, അങ്ങനെ നോക്കി, ഒന്ന് നോക്കി, പുള്ളിയെ കിട്ടുന്നില്ല. കാലൻ മോനെ അത് പിടികിട്ടില്ല. ആരാണ് കാലൻ? അതൊരു കാലന മക്കളെ, ഭയങ്കര കാലം. പൊയ്ക്കാലൊക്കെ ഇങ്ങനെ വരുന്നു പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇൻ ദ ഏഞ്ചൽ ഓഫ് ഡെത്ത്. അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ്. അപ്പം അങ്ങനെ ഏഞ്ചൽ ഓഫ് ഡെത്തിൻ്റെ ഇന്ത്യൻ വേർഷനാണ് അല്ലേ? ഇന്ത്യൻ വേർഷനാണ്. അപ്പോൾ അങ്ങനെ കാലിൽ ഈ കാലം വന്നിട്ട് തപ്പിയിട്ടൊന്നും പോയിട്ടും കിട്ടും. അപ്പോൾ കാലിലങ്ങ് തോറ്റുപോയി, മരണം തോറ്റുപോയി. ആരുടെ മുമ്പിൽ? ശില്പി മുമ്പിൽ. ഒടുവിൽ ഈ ശില്പി താനം. അപ്പോൾ പുള്ളി കാലം കുറേ നേരം ഇങ്ങനെ നോക്കിയെന്ന് കേട്ടല്ലോ. അവസാനത്തെ ഒരു ട്രിക്ക് ഇറക്കി. എന്നാലും ഒരു കുറവ് കാണാതിരിക്കത്തില്ലല്ലോ. പെട്ടെന്ന് ശില്പി വെച്ചു, എന്നാൽ ധൈര്യം ഉണ്ടെ കണ്ടുപിടിച്ചാളെ. എന്താ ധൈര്യം ഉണ്ടെ കണ്ടുപിടിക്കാൻ? ഒരു കുറവില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അകത്തെ അവനിട്ട് കൊണ്ടു. ആർക്കിട്ടാ? എനിക്കിട്ട് കൊണ്ടു അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ഭയങ്കര പ്രശ്നമാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഒരിക്കലും ഒരു കല്യാണത്തിൽ നിൽക്കുക, ഞാൻ ഒത്തിരി അടുത്ത് പറയാനുള്ള സംഭവം, നടന്ന സംഭവമായിട്ട്, കഥയല്ലത്. പേര് പറയത്തില്ല, ഞങ്ങൾ സ്ഥലം പറയത്തില്ല. എന്നാൽ ആ കല്യാണത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നം. ഈ കല്യാണ പ്രോഗ്രാം ഷീറ്റ് കണ്ടിട്ടുണ്ടോ? പ്രയർ, ബ്രൈഡ് ആൻഡ് മാർച്ച്, പിന്നെ സോങ്, സ്ക്രിപ്ചർ റീഡിങ്, ഇൻട്രൊഡക്ഷൻ, പാട്ട്, മെസ്സേജ് 1, മെസ്സേജ് 2. അപ്പോൾ ഈ മെസ്സേജ് പറയേണ്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ചാണ് എഴുതിയേക്കുന്നത്. ഭയങ്കര വിഷയമായി. പുള്ളി അങ്ങ് ഇടഞ്ഞു. ഞാനിന്ന് എൻ്റെ പേര് തെറ്റിച്ചെഴുതിയ, ഞാനിന്ന് ഇവിടെ പ്രസംഗിക്കത്തില്ല, അങ്ങനെയാണോ ഇങ്ങനെയാണോ, എന്നോട് ചോദിച്ചോ, നിങ്ങൾക്ക് ചോദിക്കത്തില്ലായിരുന്നു, മര്യാദയ്ക്ക് എൻ്റെ പേര് ചോദിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കല്യാണത്തിൽ ഇതൊക്കെ അവസാന നിമിഷം ഒപ്പിക്കുന്ന സാധനമല്ലേ, ആരാണ്ട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പുള്ളിയൊക്കെ തെറ്റി. എൻ്റെ പൊന്നെ, അവസാനം ഞാനങ്ങ് ക്ഷമ പറയുക, കാലെ പിടിച്ച് ക്ഷമ പറഞ്ഞു, അച്ഛൻ ഞങ്ങളിതങ്ങ് ശരിയാക്കാം, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളതങ്ങ് തിരുത്തിക്കോളും. ഈ പുള്ളി സമ്മതിക്കത്തില്ല. എൻ്റെ അപ്പനിട്ട പേരുണ്ട്, നിങ്ങൾക്ക് തിരുത്താൻ എന്താ അവകാശം? നിങ്ങൾ ചോദിക്കാനുള്ള മര്യാദ വേണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കപ്പട മീശക്കാരൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരു അച്ചായം വന്നു, പള്ളിക്കാരനാണ്. എന്ന് ചോദിച്ചാൽ എന്നാ പ്രശ്നം? അല്ല, സ്പെല്ലിങ് തെറ്റിപ്പോയി. അതിനിപ്പം കുഴപ്പമില്ല, അതങ്ങ് തിരുത്തിയാൽ പോരെ. ഈ പുള്ളിയോട് ചോദിച്ചേ, തിരുത്തേണ്ട, അത് ചോദിക്കണമായിരുന്നു. അല്ല, ഇപ്പം എന്തോ ചെയ്യണ്ടേ? ഞാനിന്ന് പ്രസംഗിക്കുന്നില്ല. അന്ന് ഈ കപ്പട മീശക്കാരൻ പറഞ്ഞു, അല്ലേലും താനും ഇവിടെ പ്രസംഗിക്കത്തില്ലല്ലോ, ഞാനും താനും ഇവിടെ പ്രസംഗിക്കത്തില്ല. അല്ല, ഞാൻ പ്രസംഗിച്ചോളാം. താനോ? ഇവിടോ? ഇന്ന് ഞാൻ ഇവിടെ കല്യാണം നടത്തത്തില്ല.
പുള്ളിയൊക്കെ കുടഞ്ഞു. ഞാനിന്നിവിടെ എന്ത് ചെയ്യണ്ട, പ്രസംഗിക്കേണ്ട, സോക്കടങ്ങ് തീർന്നേ. സത്യത്തിൽ പേര് തെറ്റിയതാ. എവിടെ ഈ പ്രോഗ്രാം ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം എന്നാണെന്നറിയാമോ? നമ്മുടെ ഈ ടിഷ്യൂവിലൊന്നും ബിരിയാണിയുടെ ഇത് പോത്തില്ല. അവസാനം നമ്മൾ തൂക്കുന്ന എന്തോ ഇട്ടാ, ഈ ടിഷ്യൂവിലൊന്നും പോകാതിരിക്കുമ്പോൾ അവസാനം തൂക്കുന്ന എന്തോ ഇട്ടാ, ആ സാധനത്തെ പേര് വന്നില്ലെന്ന്. അയ്യ, അതിനാണ് ഈ വഴക്ക്. എൻ്റെ പൊന്നെ, ഇതങ്ങ് അവസാനിക്കുക, നമ്മുടെ സമൂഹം അങ്ങ് ശരിയാകും. ഞാനിവിടെ ഇല്ലെന്നങ്ങ് ചിന്തിക്കണം. ഞാനല്ല പ്രശ്നം, എനിക്ക് ആലയമാണ് പ്രശ്നം. ഞാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആലയം വരണമെന്നുള്ളതാണ് വിഷയം. ആലയം വന്നേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ, ആലയം വരണ്ടേ. എൻ്റെ വിഷയമല്ല, എൻ്റെ റോളല്ല ഇവിടുത്തെ വിഷയം. എന്താണ്? ആലയം വരണം. അതാണ് എൻ്റെ വിഷയം. അതാണ് വേണ്ടതെന്നുള്ളവരൊന്ന് കരം ഉയർത്തിക്കേ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സഭ രക്ഷപ്പെടും. ഇന്ത്യൻ സഭ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈഗോ മാറണം. പ്രിയരെ, ഞാനൊരു അഭിമാനത്തോടെ ഞാൻ പറയും, ഞാൻ മുമ്പിൽ നിൽക്കേണ്ട എത്രയോ സ്ഥാനങ്ങൾ ഞാൻ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയുക, മനസാക്ഷിയിൽ ഒരു പ്രയാസം പോലും തോന്നാതെ പറയട്ടെ, സന്തോഷത്തോടെ മാറി നിൽക്കുന്നതുകൊണ്ടല്ലേ എത്രയോ സ്ഥലങ്ങളിൽ മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇവിടെ ഞാനല്ല വിഷയം, ദൈവരാജ്യമാണ് വിഷയം. എൻ്റെ രാജ്യമല്ല വിഷയം, ദൈവരാജ്യമാണ് വിഷയം. ദൈവരാജ്യം, ദൈവരാജ്യം. ദൈവാലയം പണിയണം, ദേവാലയം പണിയണം. ഇവിടെ ദേവാലയം പണിയേണ്ട ആവശ്യമുണ്ട്. അതാണ് എൻ്റെ വിഷയം. നമ്മുടെ ഒരു വലിയ സോഷ്യൽ റിയാലിറ്റിയിലേക്ക് നമ്മുടെ വീട്, നമ്മുടെ പ്രശ്നം, നമ്മുടെ കുഞ്ഞിൻ്റെ പ്രശ്നം, അതെല്ലാം അവിടെ ഉണ്ട്. സമ്മതിക്കുന്നു. ഉപവാസ പ്രാർത്ഥന 18ാമത്തെ ദിവസം 1000 പ്രശ്നങ്ങളുമായിട്ടാണ് ഓരോരുത്തരും വരുന്നത്. പക്ഷേ അതിനപ്പുറത്ത് നമുക്കൊരു വിഷയമുണ്ട്. നമ്മുടെ സഭ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? ഇവിടെ പറയുന്നു, പുരോഹിതന്മാരിൽ ലേവ്യരിലും മുമ്പലത്തെ ആലയം കണ്ടിട്ടുള്ളവർ ഉറക്കെ കരഞ്ഞു. മുമ്പലത്തെ ആലയം കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എത്ര വർഷത്തിന് ശേഷമാണ് മടങ്ങി വരുന്നത്? 70 ആണ്. അപ്പോൾ ഇവരതിന് പോകുന്നതിന് മുമ്പാണ് എന്ത് ചെയ്തത്? കണ്ടത്. സ്വാഭാവികം ആയിരിക്കുമല്ലോ. എത്ര വയസ്സിൽ കണ്ടു കാണും? യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ പോയപ്പോൾ എത്ര വയസ്സായിരുന്നു? യേശു കർത്താവിനെയും കൊണ്ട് ദേവാലയത്തിൽ പോയപ്പോൾ എത്ര വയസ്സായിരുന്നു? 12 വയസ്സ്. രണ്ടാമത് പോകുമ്പോൾ എത്ര വയസ്സാണ്? 12 വയസ്സ്. അന്നേരമാണ് ഇവിടെ നിന്നത്, ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ ഇരുന്നത്. 12 വയസ്സ്. അപ്പം 12 വയസ്സൊക്കെ ഓർമ്മ കാണുമായിരിക്കും. ഇവർക്ക് പള്ളിയിൽ പോയതും ദേവാലയത്തിൽ പോയതും പെരുന്നാളിന് പോയതും അപ്പച്ചൻ്റെ കൂടെ അമ്മച്ചിയുടെ കൂടെ അല്ലെങ്കിൽ ഉപ്പാപ്പൻ്റെ കൂടെ ഒക്കെ പോയതൊക്കെ ഓർമ്മയുള്ളപ്പം ഒരു 10, 12, 15 വയസ്സൊക്കെ കാണും. അതുകൊണ്ടാണ് സജീവമായ ഓർമ്മ. അപ്പോൾ ഇവർക്കിപ്പോൾ എത്ര വയസ്സ് കാണും? 82. ഏറ്റവും മിനിമം 82, 85 വയസ്സ് കാണത്തില്ലേ? നമുക്ക് ഓർമ്മയുള്ളത് ഒരു 10 വയസ്സോ അല്ലെങ്കിൽ സജീവമായ ഓർമ്മയുള്ളത്, കരയത്തക്കണ ഒരു ഓർമ്മയുണ്ടാകണമെങ്കിൽ 10, 12 വയസ്സിൻ്റെ ഒരു ഓർമ്മ വേണ്ടേ? വേണം. അപ്പോൾ ഏറ്റവും മിനിമം ഇവർക്കിപ്പോൾ എത്ര വയസ്സ് കാണും? 10, 85 വയസ്സ് കാണത്തില്ലേ? കാണും. ആ 85 വയസ്സിൽ ഇവർ തിരിച്ചു വരുമ്പോൾ ഇവരുടെ കൂടെയുള്ള പിള്ളേർക്ക് എത്ര വയസ്സ് കാണും? ഇവർ പലരും എന്ത് കണ്ടിട്ടില്ല? ആലയം കണ്ടിട്ടില്ല. ആലയം കാണാത്ത മക്കളാണ്. പക്ഷേ ഇവിടെ ആലയം കാണാത്ത ഈ മക്കൾ ആർത്തു. അപ്പച്ചന്മാർ കരഞ്ഞു. അതാണ് അവിടെ കാണുന്നത്. കരച്ചിലിൻ്റെ ശബ്ദവും ആർപ്പിൻ്റെ ശബ്ദവും തിരിച്ചറിയാനാവാത്തതുപോലെ ഇവിടെ കേട്ടു. ബഹുദൂർ. 2 സ്ട്രീംസാണ് ഇവിടെ ഒന്നിക്കുന്നത്. എക്സ്ട്രീം ഓപ്പോസിറ്റ് എൻസിലുള്ള 2 സ്ട്രീംസാണ്. നമുക്കറിയാം, അപ്പച്ചന്മാരുടെ കാഴ്ചപ്പാടും ചിന്താധാരകളും ഒക്കെ വ്യത്യാസമാണ്. ആണോ? ഞാൻ അതേസമയം ഇപ്പോഴത്തെ ഒരു തലമുറയെ വിളിക്കുന്ന പേരെന്താ? ജെൻസി. ഏത് പ്രായത്തിൽ, ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ? ജെൻസി അമേരിക്കൻ ആക്സെൻ്റാണ്. 1997 to 2012 ഈസ് നോൺ ആസ് ജെൻസി. ജെൻസിക്ക് ശേഷമുള്ളവർ ആൽഫ. ഇനിയും വരും മക്കളെ. നമുക്ക് പ്രായമാകുമ്പോൾ ബീറ്റ, ഗാമയൊക്കെ വരും, ഓരോ പ്രായം അനുസരിച്ച്. ആൽഫ. അപ്പോൾ ഈ ജെൻസിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഒത്തിരി ക്വാളിറ്റിയും ഉണ്ട്. നേപ്പാളിലെയൊക്കെ ഭരണമാറ്റത്തിന് കാരണമായതാരാ? ജെൻസിയാണ്. ആ ജെൻസി അത് സത്യത്തിൽ കാര്യമായ വലിയ മാധ്യമ ശ്രദ്ധയൊന്നും പലയിടത്തും വന്നില്ല. കാരണം ജെൻസി ഇളകിയാൽ ജെൻസി ഭയങ്കര അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുന്നവരാണ്. അവരെങ്ങും പോയി ഓച്ചാനിച്ച് നിൽക്കുന്നവരല്ല. അവരുടെ അവകാശങ്ങൾ അവർ ചോദിച്ച് മേടിക്കും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ജെൻസി ഗുണമുണ്ട്. എനിക്ക് ജെൻസി കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്നു ചോദിച്ചാൽ ജാതി പറയത്തില്ല. പറയുമോ? ഇല്ല. നമ്മൾ വീട്ടിൽ നിന്ന് അവൻ ആ ജാതി
മഞ്ഞ് നിങ്ങൾ ജാതി പറയുന്നവർ അവർ നമ്മളാണെങ്കിൽ അവരുടെ അച്ഛൻ ഇതായിരുന്നു. ജാതി ഉപജാതിയും പറയുന്നവരാണ് മലയാളി. പക്ഷേ പിള്ളേർക്ക് ജാതി പറയുമോ? ഇല്ല. നമുക്ക് ജാതിയുമുണ്ട് ഉപജാതിയുമുണ്ട്. ജാതി ഉപജാതി കാസ്റ്റ് മാത്രം സാധനമൊക്കെ, കാശിനകത്ത് സബ് കാസ്റ്റ് ഉണ്ട്. അത് അതിലും വലിയ അപകടമാണ്. അപ്പം ഇതൊന്നും പറയാത്തവരാണ്. പിന്നെ നമ്മൾ ഈ വീട്ടിൽ പോയിട്ട് അന്നത്തെ പ്രസംഗം ഒന്ന് വറചട്ടിയിലിട്ട് വറുത്തൊരു കുറ്റം പറച്ചിലില്ലേ, ഏതാ ഡീപ്പ് ഫ്രൈ ചെയ്യുമല്ലോ, അത് പറയുമോ പിള്ളേർ? ഇല്ല. പറയുമോ? പറയില്ല. എന്നെ അതുകൊണ്ട് എനിക്ക് പിള്ളേരുടെ ഇഷ്ടം. അവർ ഈ വീട്ടിൽ പോയിരുന്ന കുറ്റം പറയത്തില്ല, നാട്ടുകാരുടെ സഭയെക്കുറിച്ചൊന്നും പറയത്തില്ല. പറയുമോ? ഇല്ല. അതേസമയം നമ്മുടെ ആൾക്കാരൊക്കെ പലരും പറയും. ഞാനത് പറയാറുണ്ട്. എന്നെ ഇത് പഠിപ്പിച്ചത്, ഞാനിപ്പോൾ എവിടെ പോയാലും ഒരു കാര്യം സഭയിൽ പറയില്ല. പഠിപ്പിച്ചത് എൻ്റെ ഒരു ഞാൻ ചോദിച്ചു എന്തുവാടാ ചെറിയൊക്കെ നിനക്ക് എന്നെ അറിയും. എടാ ഞാൻ പറയാം, നിൻ്റെ അവിടുന്ന് യോഗം കഴിഞ്ഞ് പോയത് എൻ്റെ ഓട്ടോറിക്ഷയിലാണ്. കയറിയപ്പം തൊട്ട് പറയുകയാണ്, അവൻ എങ്ങാണ്ട് പോയിട്ട് വന്നിട്ട് അവൻ്റെ വിവരണം കേൾക്കാൻ ഞാൻ പോയത്, അവൻ പോയ. അതുകൊണ്ട് അവൻ എന്നെ പഠിപ്പിച്ചു, നീ പോകുന്നതും ഭാര്യതും ഭാര്യയല്ലാതെ ആരോടും പറയണ്ട. അതെന്നെ പഠിപ്പിച്ചത് അവനാണ്. ഇത് സത്യത്തിൽ സങ്കടമല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. ഇത് ഈ പിള്ളേർ പറയുമോ? ഇല്ല. പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ എന്നോട് എപ്പോഴും ബാബു ചെറിയാൻ പാസ്റ്റൊക്കെ ഞങ്ങൾ നല്ല ഉപദേശമൊക്കെ തരുമ്പം പറയും, പക്ഷേ കല്യാണം നടന്നു കൊള്ളാം, കല്യാണം കഴിഞ്ഞാൽ അന്നേരം അവിടുന്ന് മുങ്ങിക്കോണം, അല്ലേ അപകടം. ഞാൻ ചോദിച്ചാൽ അതന്നെ, അത് നീ പഠിച്ചോളും. പൊതുവേ നീ എല്ലായിടത്തും ഇങ്ങനെ കൂട്ടുകൂടി നിൽക്കരുത്. അത് സത്യമാണ്. പിന്നെ ഞാൻ പഠിച്ചത്, കാരണം നമ്മളിപ്പോൾ കല്യാണമൊക്കെ നടത്തി കഴിയുമ്പോൾ നമ്മൾ കാണാൻ പഠിക്കുന്ന കുറേ കാര്യമുണ്ട്. അതിന് തെറ്റൊന്നുമല്ല. കെസിയോൺ സാറിൻ്റെ ഒരു നല്ല ശൈലിയുണ്ട്. അതേപോലെ ഒന്നര ശൈലിയാണ്, അത് ഭയങ്കര ആധികാരികമായ ശൈലിയാണ്. കല്യാണം നടത്തിയിട്ട് പുള്ളിക്കാരൻ സ്റ്റേജിലോട്ട് ദമ്പതികളെ തിരിച്ചു നിർത്തി പറയും, ഇറ്റ് ഈസ് ഇൻഡീഡ് മൈ ജോയ് ആൻഡ് പ്രിവിലേജ്. കാണാൻ പഠിച്ചാൽ കേട്ടോ, എൻ്റെ ഇംഗ്ലീഷ് അത്രയൊന്നും വലുതല്ല. ഇറ്റ് ഈസ് ഇൻഡീഡ് മൈ ജോയ് ആൻഡ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ദ ന്യൂലി മാരിഡ് വെഡഡ് കപ്പിൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോഴത്തേന് നമ്മളെല്ലാവരും ഹല്ലേലൂയ സ്തോത്രം പറയും. ശ്രദ്ധിച്ചോണം, മുമ്പിൽ ഇരിക്കുന്ന അമ്മ ഒരൊറ്റ കരച്ചില്ല. കാരണം ഈ കൊച്ചിനെ കെട്ടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കരഞ്ഞ ആരാ? അമ്മയാണ്. പക്ഷേ ഈ പിള്ളേരുടെ കൂടെ വന്ന കുറേ പിള്ളേരുണ്ട്, തുണിയില്ല, ഇച്ചിരിയൊക്കെ ഉള്ളൂ, ഇവരെ സ്റ്റൈലും പിള്ളേരാണ്. അതുങ്ങൾ കരയുമ്പോൾ വിസിലടിക്കൂ. കല്യാണത്തിന് വിസിലടിച്ചാൽ എന്തോ ചെയ്യും? അമ്മ കരഞ്ഞു. ഇത് തന്നെ ഓർത്താൽ യഹൂദ ദേവാലയത്തിന് അമ്മ കരഞ്ഞു, കൂട്ടുകാരെന്തോ അടിച്ചു, വിസിലടിച്ചു. ഇതാണ് ഇപ്പോഴും നമ്മുടെ ഈ ജനറേഷൻ ഗ്യാപ്പ്. മനസ്സിലായോ? ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നും ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, എന്നും ഉണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇച്ചിരി കൂടുതലാണെന്നുള്ളൂ. വാട്ട് ഈസ് ജനറേഷൻ ഗ്യാപ്പ്? ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞാൽ പോലും സിമ്പിളി ഐ ക്യാൻ സേ, കൊച്ചിനോട് അമ്മ പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ല, പിന്നെ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല, പിന്നെ ഞാൻ പോകും. ചില പറയും ഞങ്ങൾ ഇന്ന് എന്തോ സ്ലീപ്പ് ഓവർ, എന്തോ ശരിക്കും സ്ലീപ്പ് ഓവർ അല്ലേ, ഞങ്ങൾ സ്ലീപ്പാണ് പറഞ്ഞു. ഒരുത്തരം യുഗം പോകുന്നില്ല, രാത്രി ഇവിടെ കിടക്കുന്നുള്ളൂ, പിന്നെ ഞാൻ പോകും. നീ പോ. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. ദാറ്റ് ഈസ് സിമ്പിളി. പിന്നെ ആൻഡ് ഇല്ല. പിന്നെ ആൻഡ് ഇല്ലാത്ത ഒറ്റ വീടുണ്ടോ? അല്ല, അമ്മമാരൊന്ന് കൈപൊക്കിക്കേ. ഈ ജൻസിയൊക്കെ വളർത്തുന്ന അമ്മമാരൊന്ന് കൈപൊക്കിക്കേ. പിന്നെ ആൻഡ് ഇല്ല ഉണ്ടോ? ഇല്ലേ? ഓക്കെ ആണോ? അല്ല, ഉണ്ട് അല്ലേ? പിന്നെ ഒന്നുമില്ലേ, അതുങ്ങൾ പോകുമെന്ന് പറയുന്നുണ്ടല്ലോ, അടുത്തൊന്നും പറയാതെ അങ്ങ് പോത്തേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾ നല്ല പിള്ളേരെ ഒന്നുമില്ലേ പറയുന്നില്ലേ ഓരോന്ന്. അപ്പം പിന്നെ അതിൻ്റെ ഇല്ലയെന്ന് പറയുന്നതിൻ്റെ പേരാ എന്ത്? ജനറേഷൻ. അത് സഭയിലുണ്ടോയെന്ന് ചോദിച്ചാൽ സഭയിലുണ്ട്, ഇല്ലേ? സഭയിലുണ്ട്. അപ്പോൾ ഇവിടെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇവരാലയത്തിന് അടിസ്ഥാനമിടുന്ന ഒരു സെക്കൻഡ് ഉണർവ് നടക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം. അവിടെ വൃദ്ധന്മാരുണ്ട്, ജെൻസിയുണ്ട്, ആൽഫയുണ്ട്, എല്ലാവരും കൂടി അടിസ്ഥാനമിട്ടതിൻ്റെ പേരാണ് ഇനിയും വരാൻ പോകുന്ന ഉണർവ്. ഈ വരാൻ പോകുന്ന ഉണർവിൽ വൃദ്ധരുണ്ട്. ഇനിയും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന, ആരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാത്ത, കൂസാത്ത, ഏശാത്ത ഒരു തലമുറയുണ്ട്, ജൻസിയുണ്ട്. അതിനിങ്ങേ തലക്കിൽ ആൽഫയുണ്ട്. ആൽഫയും ജൻസയും ബീറ്റയും ആരൊക്കെ ഉണ്ടോ അവരും വൃദ്ധരും എല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ ആർപ്പിടുന്ന ശബ്ദം ഇനി ഈ രാജ്യം കേൾക്കണം. ഹല്ലേലൂയ. ആ ഉണർവ് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ആ ഉണർവ് ആഗ്രഹിക്കുന്നവർ, എൻ്റെ മനസ്സങ്ങ് ത്രില്ലാണ്.
അവിടെ ഞാനില്ല. അപ്പച്ചൻ്റെ പേരുണ്ടെന്നുള്ളതല്ല വിഷയം. ഇത്ര കുടുംബങ്ങളുടെ പേരെ കല്ലേൽ എഴുതിയിട്ടുണ്ടോ എന്നല്ല വിഷയമാണ്. ഇവിടെ വിഷയം ആലയം പണിതുണ്ടെന്നുള്ളതാണ് വിഷയം. രണ്ടാമത്തെ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ അവരാരെയും കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. കേട്ടറിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പിള്ളേർ, കേട്ടറിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി ഇന്നലകളുടെ മഹത്വം അപ്പച്ചൻ്റെ വായിലൂടെ കേട്ടറിഞ്ഞ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളും അപ്പച്ചനും. അന്നേരമാണ് ഒരു പാട്ട്, ആ പാട്ട് യാഥാർത്ഥ്യമാകുന്നത്. എപ്പോഴൊക്കെയോ നമ്മൾ പാടി, ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാരും തപ്പുകൾ, കിന്നരം, കൈത്താളം, മേളത്താൽ പാടുന്ന മഹത്വമേ മഹത്വം. ആ മഹത്വം അവിടെ ഇറങ്ങും. ആ ഇറങ്ങുന്ന ഒരു ആത്മീയ ഉണർവ് ഇനിയും വരാൻ പോകുന്ന 2026 ദർശനം കാണുന്നവർ, അത് ആഗ്രഹിക്കുന്നവർ, തലമുറകളുടെ വിടവുകൾക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ ദൈവസാന്നിധ്യം, ഒരു കോസിന് വേണ്ടി, ദൈവരാജ്യ കോസിന് വേണ്ടി കണ്ടിട്ടില്ല. അവർക്ക് അനുഭവങ്ങൾ കുറവാണ്, എന്നാൽ അവർ വായിച്ചൊത്തിരി കേട്ടിട്ടുണ്ട്. അവരുടെ കേട്ടറിവും ഇവരുടെ കണ്ടറിവും കൂടെ ഒരുമിക്കുന്ന, തലമുറകൾക്ക് വിടവുകൾക്ക് വിഷയമില്ലാത്ത എല്ലാ സ്ട്രീമിനെയും ഒരുമിച്ച് ഒറ്റക്കണ്ണിൽ കോർത്തിണക്കി നിർത്തുന്ന ഒരു ആത്മീയ ഉണർവ്, ആത്മീയ ദൈവസഭകൾ 2026 ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. അത് കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. അവിടെ ഞാൻ കണ്ടു, കരം ഉയർത്തിപ്പിടിച്ചിരിക്കണേ ഇച്ചിരി നേരം. അവിടെ ഞാൻ കണ്ട എൻ്റെ വലിയൊരു സന്തോഷം, ആർപ്പിൻ്റെ ശബ്ദം ബഹുദൂരം കേട്ടു, അപശബ്ദം കേട്ടില്ല. അപശബ്ദം കേട്ടില്ല. അപമാനമുണ്ടാക്കുന്ന അപശബ്ദങ്ങൾ പലയിടത്തും സോഷ്യൽ മീഡിയയായി പ്രചരിക്കപ്പെടുമ്പോൾ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ദൈവസഭയെ 2 സ്ട്രീംസിലുള്ള തലമുറകൾ ഒന്നിച്ചാർപ്പിടുന്ന ശബ്ദം, ഹല്ലേലൂയ. അതിനും ദൈവസഭ, ഈ രാജ്യം കേൾക്കണം, ഈ രാജ്യം കേൾക്കണം, ഈ രാജ്യം കേൾക്കണം. അത് കൊതിക്കുന്നവർ ഇരു കരങ്ങൾ ശിരസിൻ്റെ മുകളിൽ ഉയർത്തി അതിശക്തിയോടൊന്ന് കരമടിച്ച് ഈ 2 തലമുറകൾ ഒരുമിക്കുന്ന ഒരു ദൈവ ശബ്ദഘോഷം, അത് ഭാരതം കേൾക്കും, അത് കേരളം കേൾക്കും, അത് ജില്ലകൾ കേൾക്കും, അതെൻ്റെ നാട് കേൾക്കും, അതെൻ്റെ നാട് കേൾക്കും. അത് ഞാൻ കാണും, അതിനകത്ത് ഞാൻ കാണും, എൻ്റെ മക്കൾ കാണും. അത് കൊതിക്കുന്നവർ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഞാൻ കാണണം, എൻ്റെ മക്കൾ കാണണം, എൻ്റെ മക്കളുടെ മക്കൾ. അവർ പക്ഷേ ഇന്ന് ആൽഫയായിരിക്കാം, ജെൻസി ആയിരിക്കാം, ഹല്ലേലൂയ, എല്ലാവരും കൂടെ കാണുന്ന ഒരു ആത്മീയ നവോത്ഥാനം, ഒരു വലിയ ദൈവ ശബ്ദം. അത് തിരിച്ചറിയാനാവാത്തതുപോലെ ബഹുദൂരം കേൾക്കാൻ പോകുന്ന ഒരു ആത്മീയ ഉണർവ് 2026. ഒരുങ്ങുക ദൈവസഭയെ, ഒരുങ്ങുക ദൈവസഭയെ. ആ വലിയ ഉണർവിന് വേണ്ടി റഗന, റിബന, ഹദന, റഗന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒരുമിക്കുന്ന, എല്ലാ സ്ട്രീംസും ഒരുമിച്ച, ഡിഫറെൻ്റ് ഒപ്പീനിയനുള്ളവർ, ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ളവർ എല്ലാവരും ഒരുമിച്ച ഒരു വലിയ ആത്മീയ സംഗമം ഉണ്ടാകുകയാണ്. അവിടെ ഉയർന്ന ആർപ്പിൻ്റെ ശബ്ദം അപ്പോൾ ബഹുദൂരം കേൾക്കുന്നു. വൃദ്ധർ കരയുന്നു, അവർ കണ്ടറിഞ്ഞവർ. കുഞ്ഞുങ്ങൾ ആർക്കുന്നു, അവർ കേട്ടറിഞ്ഞവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന അപ്പച്ചനും വിസിലടിക്കുന്ന കുഞ്ഞുങ്ങളും ഒരുമിക്കുന്ന ഒരു ആത്മീയ നവോത്ഥാനം, ഒരു ആത്മീയ ശുശ്രൂഷ. ഹല്ലേലൂയ. ദൈവസഭ അത് കേരളം കാണും, അത് എൻ്റെ തലമുറ കാണും. അത് ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചേ, കർത്താവേ അതിനകത്ത് എൻ്റെ കുഞ്ഞ് കാണണം, അതിനകത്ത് എൻ്റെ ജെൻസി കാണണം, അതിനകത്ത് ഞാൻ കാണണോ. അവിടെയാണ് വിഷയം. ഇവിടെ എൻ്റെ അല്ല, ആരടിസ്ഥാനം ഇട്ടു എന്നുള്ളതല്ല വിഷയം, എവിടെ പേരുണ്ടോ എന്നുള്ളതല്ല വിഷയം. എൻ്റെ കുഞ്ഞ് അതിനകത്ത് കാണണം, ഞാൻ അതിനകത്ത് കാണണം. അത് എൻ്റെ കുഞ്ഞ് അതിനകത്ത് കാണണം, ഞാൻ അതിനകത്ത് കാണണം. അത് ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കരമുയർത്തിക്കേ. ഹല്ലേലൂയ. 2 സ്ട്രീംസ് ഒരുമിക്കുന്ന ഒരു വലിയ ആത്മീയ നവോത്ഥാനം, അതെൻ്റെ സ്വപ്നമാണ്. അത് കേരളം കാണും. ഇനി അപശബ്ദം കേട്ട് നമ്മൾ അപമാനിക്കപ്പെടരുത്, എന്നാൽ ആർപ്പിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ ആസ്വദിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഡിഗ്രിക്കകത്തുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. 1997 to 2012, born between 1997 to 2012, 1997 to 2012, ജെൻസി എഴുന്നേറ്റ്. നിങ്ങളെ കൊണ്ട് കർത്താവ്, നിങ്ങൾ ഭയങ്കര പ്രാവീണ്യമുള്ളവരാണ്, നിങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ
ഡിഫറൻസസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഒരു ദൈവരാജ്യത്തിന് വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുണ്ടെങ്കിൽ ആർപ്പുണ്ടാകത്തുള്ളൂ. ഞങ്ങൾക്ക് അറിയാനൊക്കെ അറിയത്തുള്ളൂ മക്കളെ, പക്ഷേ നിങ്ങളുണ്ടെങ്കിൽ ആർപ്പുണ്ടാകും. നിങ്ങളുണ്ടെങ്കിൽ ആർപ്പുണ്ടാകും. 2012 ശേഷമുള്ള ആൽഫയല്ല എഴുന്നേറ്റേ. 2012 till 25 ആൽഫ. ഇവരെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, ഇവർ നമ്മുടെ കൂടില്ല പിന്നെ എന്ത് ഉണർവാണ്? ഇവരല്ലേ നമ്മുടെ ഉണർവ്, ഇവരല്ലേ നമ്മുടെ ഉണർവ്. ഇവരുണർത്തപ്പെട്ടാലേ സഭ ഉണർത്തപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഈ 18ാമത്തെ ദിവസം ജെൻസി എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിൽ അങ്ങ് ഉപയോഗിക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ പോവുകയാണ്. ജെൻസി ആൽഫ മുമ്പോട്ട് വന്നാട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവസഭ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും അതിശക്തമായി നിങ്ങൾ ആത്മശാനം പ്രാപിക്കണം. നിങ്ങൾ ആത്മശാനം പ്രാപിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ആത്മശാനം പ്രാപിക്കണം മക്കളെ. വന്നാട്ടെ. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എനിക്കറിയാം. കുറച്ചൊക്കെ ഞാനും ഈ പ്രായത്തിലുള്ളവരെയൊക്കെ വളർത്തുന്ന. നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് കാണും. നിങ്ങൾക്ക് ഭയങ്കര ഇപ്പോൾ പേരൻസിനോട് പ്രശ്നം കാണും. ഇവരുടെയൊക്കെ ഓരോ പ്രശ്നം, നമ്മുടെയൊക്കെ വീടുകളുണ്ടാകുന്നൊരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലും കാണുമായിരിക്കും. ഞാനിങ്ങനെ എവിടെല്ലാം പോകുന്ന ആളാണ്. ഞാൻ എവിടെല്ലാം പോകുമ്പോൾ ചിലപ്പം കാണും, ദൈവമേ ഉപവസിക്കുന്ന പിള്ളേർ, മുട്ടുകുത്തി ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾ. എന്നിട്ട് അവർ പറഞ്ഞു, ഇപ്പം വേദവസം 3 തവണ വായിച്ചു കഴിഞ്ഞ് പാസ്റ്ററെ 4ാം തവണ വായിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടുമ്പോഴത്തേനും നമ്മൾക്കങ്ങ് സങ്കടമാണ്. അപ്പം നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു ബഹളം പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൊച്ചിങ്ങോട്ട് എവിടെങ്കിലും പോയി ആരെയെങ്കിലും കണ്ടിട്ട് ഇങ്ങോട്ട് കയറാൻ വരരുതേ. എവിടെങ്കിലും പോവും, ആരെയെങ്കിലും കാണും, എന്നിട്ട് പിന്നെ മുഴുവൻ ചാട്ടം ആരോടാ? ഞങ്ങളായിട്ട് അങ്ങ് ജീവിച്ചോളാം, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത്രയൊക്കെ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലമുറ. പക്ഷേ എൻ്റെ അപ്പനോട് ഞാനങ്ങനെ ചോദിച്ചിട്ട് പോലും ഇല്ല. അതാണ് ഇവരുടെ ഒരു പെക്യുലാരിറ്റി. പക്ഷേ ഈ മക്കളുണ്ടെങ്കിലേ ആർപ്പുണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളിൽ ആത്മശാനം പ്രാപിക്കും. നിങ്ങൾ ആരെങ്കിലും ഇനി സ്നാനപ്പെടാനുണ്ടെങ്കിൽ, എന്താണ് സ്നാനം? ശനിയാഴ്ച സ്നാനമാണ്. എന്താണ് സ്നാനം? യേശുവിൻ്റെ മരണത്തോട് ചേരുന്നതാണ് സ്നാനം. യേശു നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം മരിക്കുമെന്ന് സാധാരണ ചോദിക്കും. നമ്മുടെ ഈ സംവാദങ്ങളിലൊക്കെ മുഴങ്ങുന്ന ഒരു ചോദ്യമാണ്, ദൈവം മരിക്കുമോ? മരിക്കുന്ന ഒരാളെ ദൈവം എന്ന് വിളിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ദൈവം മരിക്കില്ല. പക്ഷേ ദൈവം മരിച്ചു. എന്തിനു വേണ്ടി? മരണം കൊണ്ട് ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമുക്ക് മരണഭീതിയിൽ നിന്ന് മാറ്റുവാനും മരണത്തിനപ്പുറം ഒരു വഴി കാണിക്കാനും യേശു മരിച്ചു. ആ മരിച്ച യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സ്നാനം. യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് സ്നാനം. അതുകൊണ്ട് സ്നാനപ്പെടണം. എന്തുകൊണ്ട് സ്നാനപ്പെടണം? യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ വേണ്ടി സ്നാനപ്പെടണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, വിശ്വസിക്കുകയും, അതിന് ഭയങ്കര ശക്തിയാണ്. ദൈവം വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചടക്കും. മർക്കോസ് 16 16 മുതലുള്ള വാക്യങ്ങൾ. അത് നടന്ന ഒരു സംഭവം എരവേരിക്കടുത്ത്, ഈ തിരുവല്ലായ്ക്കടുത്ത് ഒരു ദൈവദാസൻ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം പ്രാസംഗികനായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഒരു പരസ്യയോഗത്തിൽ. വിശ്വസിക്കുകയും സ്നാനമൊക്കെ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാൻ ശിക്ഷാനൊക്കെ സർപ്പങ്ങളെ പിടിച്ചടക്കും കേട്ടോ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഉച്ചയ്ക്ക് അങ്ങ് വീട്ടിൽ പോയി. എന്തോ സംഭവിച്ചെന്നറിയാം? മധ്യവേനൽ അവധി, മിഡ് സമ്മർ വെക്കേഷൻ. അപ്പം സ്കൂൾ അടച്ചു കിടന്ന മൈതാനത്ത് 2 പാമ്പ് തമ്മിൽ മാറാടിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ കൂടി, പിള്ളേരെല്ലാം കൂടെ പോയി. ഈ അപ്പച്ചൻ പ്രസംഗിച്ചിട്ട് പോയതേ ഉള്ളൂ, സർപ്പത്തെ പിടിച്ചടക്കുന്നു, ചെന്നു പൊക്കി വരാൻ പറഞ്ഞു. അവിടെ പാമ്പ് എന്ത് ചെയ്യുന്നു? മാറാടുന്നു. ഇങ്ങനെയല്ല ഇച്ചിരി മുമ്പ് പ്രസംഗിച്ചത്. സർപ്പത്തെ പിടിച്ചെടുക്കും, പാടോ എന്തോ ചെയ്യാനാ, പാപം പോയി ഇത് കൂടെ പുറകെ തെള്ളിക്കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ കയറ്റി വിട്ടു. ഈ പുള്ളി മുണ്ടും മടക്കി കുത്തി ചെല്ലുകയും പാമ്പ് 2 കൂടെ അങ്ങ് തിരിഞ്ഞിട്ട് പുള്ളിയുടെ കാലേ കൂടെ വരിഞ്ഞ് ചുറ്റിയും കയറി. പുള്ളി ഒരൊറ്റ പ്രാർത്ഥന പറഞ്ഞു, ഞാൻ നിൻ്റെ ദാസനാണെന്ന് ഇപ്പം തെളിയിക്കാൻ പറഞ്ഞു. 2 പാമ്പും താഴെ ഇറങ്ങി കിടന്നു, അടിച്ചു കൊന്നു. നടന്ന സംഭവം ബാക്കി കേൾക്കണം. പുള്ളിയുടെ കാലിങ്ങനെ പാമ്പ് ചുറ്റി വരിഞ്ഞപ്പോൾ ആ മുറിവുണ്ടല്ലോ, ആ വിഷത്തിൻ്റെ മുറിവ് കരിഞ്ഞില്ല പിന്നെ. അപ്പം പുള്ളി എവിടെ പ്രസംഗിച്ചാലും ഈ സംഭവം പറയുമ്പോൾ മുണ്ട് മടക്കി കുത്തിയിട്ട് കൺവെൻഷൻ ഇടയ്ക്ക് കാല് കാണിക്കും. അങ്ങനെ പുള്ളിക്കൊരു പേര് കിട്ടി, പാമ്പനുപദേശി. ഇത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, കേട്ടറിവാണ്, കാരണം എൻ്റെ കൊച്ചിലെയാണ്. ഞാൻ പൗർവിഷൻ ഈ പാമ്പനുപദേശിയുടെ കാര്യം പ്രസംഗിച്ചപ്പോൾ എന്നെ ഒരു മോള് കാണാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വല്യപ്പനാ. നടന്ന കാര്യമാണ്, മരിച്ചുപോയി.
അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും.